മഹാനായ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു, യാ ഇബാദല്ലാഹ് യാ അബ്ദല്ലാഹി ദാവി ഖൽബക്, ഏ മനുഷ്യ, നീ നിന്റെ ഹൃദയം ചികിത്സിക്കണേ. ഫഇന്ന ഹാജത്തല്ലാഹി ഇലാ ഇബാദിഹി സ്വലാഹു ഖുലൂബിഹിം, മനുഷ്യരിൽ നിന്ന് അല്ലാഹു പ്രതീക്ഷിക്കുന്നത് അവരുടെ ഹൃദയത്തിന്റെ നന്മയാണ് എന്ന് മഹാനായ ലോകപ്രശസ്തനായ പണ്ഡിതൻ, മുഹദ്ദിസ്, ഫഖീഹ്, മുതസവ്വിഫ് മഹാനായ അൽ ഹസനുൽ ബസ്വരി റളിയല്ലാഹു തആല. കർമ്മങ്ങൾ പോലും സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നാവണം, ഹൃദയത്തിൽ നിന്ന് തെളിനീരൊഴുകണം. അല്ലാഹു നോക്കുന്നത് വസ്ത്രത്തിലേക്കല്ല, നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ വിലയിലേക്കല്ല, അതിന്റെ ബ്രാൻഡിലേക്കല്ല, അതിന്റെ ലേബലുകളിലേക്കല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും, അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വിജ്ഞാനമുണ്ടായിരുന്ന ആളല്ലായിരുന്നിട്ട് പോലും മഅറൂഫുൽ ഖർഖി എന്ന് പറയുന്ന മഹാനുഭാവനെ അത്രമേൽ ആദരിച്ചിരുന്ന ആളാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസ് വിജ്ഞാന ലോകത്ത് ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്ത അൽ മുസ്നദ് എന്ന് പറയുന്ന ബൃഹത്തായ ഹദീസ് സമാഹരണം ലോകത്തിന് നൽകിയ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മഅറൂഫുൽ ഖർഖിയെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒരു സൂഫി വര്യനാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടായിരുന്നു, ഹൃദയം വളരെ ശുദ്ധമായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ ഇത്രമേൽ ആദരിക്കുന്നത് കണ്ടപ്പോ ശിഷ്യന്മാരിൽപ്പെട്ട ചില ആളുകളാണ് ചോദിച്ചത്, ഗുരു, ഞങ്ങളുടെ ഉസ്താദേ, ഞങ്ങളുടെ ഷെയ്ഖേ, നിങ്ങൾ എന്താ ഇത്രത്തോളം മഅറൂഫ് തങ്ങളെ ബഹുമാനിക്കുന്നത്? വഇന്നഹു ഖലീലുൽ ഇൽം, അങ്ങനെ വലിയ കിതാബ് ഓതി പഠിച്ച ആളൊന്നും അല്ലല്ലോ, വലിയ കിതാബിയൊന്നും അല്ലല്ലോ, ഉസ്താദ്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ കിതാബിയൊന്നും അല്ലല്ലോ, പിന്നെന്തേ നിങ്ങൾ ഇങ്ങനെ ബഹുമാനിക്കുന്നത്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, യാ ഹാദാ അംസിക്, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കുക, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കുക. وهل يراد من العلم إلا ما وصل إليه معروف القرخي رحمة الله عليه ഏതൊരു ഹൃദയത്തിന്റെ വിശുദ്ധിയാണോ കൈവരിച്ചത്, വിജ്ഞാനീയങ്ങളായ വിജ്ഞാനങ്ങളെല്ലാം അറിഞ്ഞതിൽ പിന്നെ അവസാനം കിട്ടേണ്ടത് അതല്ലയോ, അത് നേരത്തെ കിട്ടിയ ആളല്ലേ അദ്ദേഹം. വിജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്ന പിന്നെ എന്താ? മഅറൂഫ് തങ്ങൾക്ക് കിട്ടിയതല്ലാതെ മറ്റെന്താ വിജ്ഞാനം കൊണ്ട്, ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറെ ഇൽമുണ്ടായിട്ട് എന്ത്? ഹൃദയം ശുദ്ധിയില്ലെങ്കിൽ എന്താ കാര്യം? وهل يراد من العلم إلا ما وصل إليه معروف എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ കൊടുത്തത് ഹൃദയത്തിന്റെ വിശാലതയും ഹൃദയത്തിന്റെ ശുദ്ധിയെ കുറിച്ചാണ്. താബിഈങ്ങളുടെ നേതാവാണ് എന്ന് ശിബ്ഹുൽ ഇജ്മാഉള്ള മഹാനായ പണ്ഡിതനാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ലോക പ്രശസ്തരായ മദീനയിൽ നിന്ന് നിലവിലുന്ന 7 പ്രഗത്ഭരായ ഫുഖഹാക്കളിൽപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരുപാട് നിസ്കാരവും നോമ്പുമുള്ള ആളുകളെ കുറിച്ച് മഹാനായ ബക്ർ ബിൻ ഖുനൈസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അലാ തതഅബ്ബദു മിസ്ല മാ യതഅബ്ബദു ഹൗലാ. സഈദ് ബിൻ മുസയ്യിബ് എന്നവരെ, ഈ ആളുകളൊക്കെ പള്ളിയിലിരുന്ന് ഇങ്ങനെ നിസ്കരിക്കണ പോലെ, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ മറുപടി കൊടുത്തത്, ഇന്നഹാ ലൈസത് ബിഇബാദ. കുറേ നേരം നിസ്കരിക്കൽ മാത്രമാണോ ഇബാദത്ത്? നാട്ടുകാർക്ക് ഭാരമാകുന്ന വിധത്തിൽ നാവ് നിയന്ത്രിക്കാതെ മനുഷ്യരെ വേദനിപ്പിക്കുന്ന ആളുകൾ,
അയൽപക്കങ്ങളോട് പെരുമാറാൻ അറിയാത്തവർ, സ്വന്തം മക്കളോട് മരുമക്കളോട് മര്യാദക്ക് പെരുമാറാൻ അറിയാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും കുറെ നിസ്കരിച്ചത് കൊണ്ട് എന്ത് ഫലമുണ്ട്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലല്ലേ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു മഹദിയെ കുറിച്ച് പറഞ്ഞു. തുദ്കറു മിൻ സ്വലാത്തിഹാ വസിയാമിഹാ കദാ വകദാ. നബിയെ, ഇത്രത്തോളം ഇബാദത്തുള്ള ഒരു പെണ്ണ് ഞങ്ങളുടെ നാട്ടിലില്ല, ഇത്രത്തോളം സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു പെണ്ണ് വേറെയില്ല. വലാകിന്നഹാ തുഅദി ജീറാനഹാ ബിലിസാനിഹാ. പക്ഷേ നാവിന് കുറച്ച് നീളം ഏറെയാണ് നബിയെ, അയൽവാസികളെ മുഴുവൻ അവർ വെറുപ്പിക്കുന്ന പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ പറഞ്ഞു പോയത് ഹിയ ഫിന്നാർ, അവൾ നരകത്തിലേക്കാണല്ലോ. അപ്പൊ പ്രശ്നം മറ്റൊന്നാണ്, ഹൃദയശുദ്ധിയാണ് വിഷയം. ഹൃദയം ശുദ്ധിയില്ലാതെ നിസ്കരിച്ചിട്ട് അത് നിസ്കരിക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിസ്കാരം ഉണ്ടാകുന്നതും നിലനിർത്തുന്നതും നിസ്കാരം ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതും വിശ്വാസിയുടെ അടയാളം തന്നെ. പക്ഷെ ആ നിസ്കാരത്തെ നമ്മൾ പടുത്തുയർത്തേണ്ടത് സലാമത്തു സ്വദർ, ഹൃദയം ശുദ്ധിയാവണം എന്ന അടിത്തറയിലൂടെയാവണം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരുപാട് നിസ്കാരക്കാരുടെ കഥ പറഞ്ഞപ്പോ ഇന്നഹാ ലൈസത് ബിഇബാദ, അതൊരു നിസ്കാരമേ അല്ലെന്ന് പറഞ്ഞപ്പോ മാഹിയൽ ഇബാദത്തു യാ അബാ മുഹമ്മദ്, മഹാനായ സഈദ് എന്നവരെ പിന്നെ നിങ്ങൾ കാണുന്ന നിസ്കാരം എന്താണ്? അത്തഫക്കുറു ഫീ അംരില്ലാഹി വൽ വറഉ ഫീ അൻ മഹാരിമില്ലാഹി വഅദാഉ ഫറായിദില്ലാഹി വത്തഫഖുഹു ഫീ ദീനില്ലാഹ്. ഇതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത്തഫക്കുറു ഫീ അംരില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ ഗാഢമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ആളുകൾ. വൽ വറഉ അൻ മഹാരിമില്ലാഹ്, ഹറാമുകളിലേക്ക് ചെന്നു ചാടരുത് എന്ന പേടിയോടുകൂടെ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളുകള്. വഅദാഉ ഫറായിദില്ലാഹ്, അല്ലാഹു നിർബന്ധമാക്കിയ ബാധ്യതകളെ നിറവേറ്റുന്നവരെ. വത്തഫഖുഹു ഫിദ്ദീൻ, എന്താണ് ദീനെന്ന് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യാതെ കുറെ ഇബാദത്തുണ്ട് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടായോ എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, മനസ്സുകളിൽ നിന്ന് ഒഴുകുന്ന തെളിനീരുണ്ട്, സത്യവിശ്വാസികളുടെ ഹൃദയ വെളിച്ചം. അല്ലാഹുവേ, ഞങ്ങൾക്കത് നൽകണേ തമ്പുരാനേ. എന്താ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ? ഇതൊരു ദീനി മതപരിപാടിയാണ്. എന്താണ് മതപ്രഭാഷണം എന്ന് പറഞ്ഞാൽ? അൽ-ഇഖ്ബാലു അലല്ലാഹി വഇസാലത്തുൽ ജഹ്ലി അൻ നഫ്സിഹി വഅൻ ഇഖ്വാനിഹിൽ മുസ്ലിമീൻ. ദീനീ പ്രവർത്തനമെന്നോ ദീനിനെ പഠിക്കുക എന്നോ പറയുന്നതിന്റെ അർത്ഥം മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങൾ കൊടുത്ത അർത്ഥം അൽ ഇഖ്ബാലു അലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് മുന്നിട്ടിറങ്ങലാണ്. നമ്മുടെ ഖാഫില എന്ന് പറയുന്ന ആ കൊച്ചു സംഘം ഓരോ നാടുകളിൽ ചെല്ലുന്നത് അൽ ഇഖ്ബാലു അലല്ലാഹ്, ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണ്. വഇസാലത്തുൽ ജഹ്ലി അൻ നഫ്സിഹി വഅൻ ഇഖ്വാനിഹിൽ മുസ്ലിമീൻ, തനിക്കും തന്റെ കൂടെയുള്ള ആളുകൾക്കും ദീനിനെ കുറിച്ചുള്ള അജ്ഞതയിൽ നിന്ന് മോചനം, ദീനിനെ കുറിച്ചുള്ള ജ്ഞാനം കൈമാറലാണ് യഥാർത്ഥത്തിൽ ദീനിനെ മനസ്സിലാക്കുന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട്. ഗസാലി ഇമാം അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, വമാ അക്സറ മൻ യഅമലു ലിദ്ദീൻ വമാ അഖല്ല മൻ യഅമലു ലില്ലാഹ്. ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരുപാട് ആളുകളെ കാണാം. ഒരുപാട് ആളുകൾ, സംഘടനകൾ മുഴുവനും ദീനിനു വേണ്ടി തന്നെ ഒരുപാട് സംഘടനാ പ്രവർത്തകന്മാരുണ്ട്. പക്ഷേ വമാ അഖല്ല മൻ യഅമലു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവർ എത്ര പേരുണ്ട്? അതില് ദീനിന് പണിയെടുക്കുന്നവരുണ്ട്, അല്ലാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവർ എത്ര പേരുണ്ട്? അതാണ് വിഷയം. ലക്ഷ്യം സംഘടന വളർത്തലല്ല, ലക്ഷ്യം അള്ളാന്റെ ദീൻ വളർത്തലാണ്. സംഘടന നമ്മുടെ അതിന്റെ സംരംഭമാണ്, അതിന്റെ പ്ലാറ്റ്ഫോമാണ്, അതിന്റെ എല്ലാമാണ്. പക്ഷേ ലക്ഷ്യം ദീനാണ്. അള്ളാഹുവിന്റെ കലിമത്ത് ഉയരണം.
ദീൻ ഉയരണം, അതാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് വേണ്ടത്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ഇത് പറഞ്ഞത് ഗസാലി ഇമാം ഗസാലി തങ്ങൾ പറയും, മാ അക്സറ മൻ യഅമലു ലിദ്ദീൻ, ദീനിന് പ്രവർത്തിക്കാൻ എത്ര ആളുകളുണ്ട്. വമാ അഖല്ല മൻ യഅമലു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ലല്ലോ, വളരെ കുറച്ചല്ലേ ഉള്ളൂ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യഅമലു ലക യാ റബ്ബൽ ആലമീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഭാവനം ചെയ്ത ഒരു ഉമ്മത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സരളമായ ഹൃദയമുള്ള, ഹൃദയ വെളിച്ചവും ഹൃദയശുദ്ധിയുമുള്ള, മനസ്സുകളിൽ നിന്ന് തെളിനീരൊഴുകിയ ഒരു വിഭാഗം നമ്മുടെ മുൻഗാമികൾ. അവരുടെ മനസ്സുകളിൽ ഐഹികമായ ഭ്രമങ്ങളില്ലായിരുന്നു. അവരുടെ മനസ്സുകളിൽ ആരോടും പകപോക്കലോ വിദ്വേഷമോ ദേഷ്യമോ ഇല്ല. അസൂയയില്ലാത്ത മനസ്സ് വേണം. കണ്ണുകടി നമ്മൾ പറയില്ലേ പച്ച മലയാളത്തില്, ഒരാൾ നന്നാവുമ്പോ കാണുമ്പോ പിരാന്ത് വരിക. അൽഹംദുലില്ലാ, ഓൻ രക്ഷപ്പെട്ടില്ല, ഓന്റെ കാര്യത്തിന് പിരിവിടുണ്ടല്ലോ, ബാക്കിയുള്ളത് നോക്കിയാൽ പോരെ എന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഓ വലിയ ആളായല്ലേ, ഇപ്പൊ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവുക, എന്താ ചെയ്തിട്ടുണ്ടാവുക, പിന്നെ അവന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് ഓടുകയാണ്. ഒരാൾ നന്നാവുന്നത് ഇഷ്ടപ്പെടാണ്ടിരിക്കുക, അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരുത്തൻ രക്ഷപ്പെട്ട അൽഹംദുലില്ലാ, ഓന്റെ കാര്യം പള്ളി കമ്മിറ്റി നോക്കണ്ടല്ലോ, അവനായിട്ട് നന്നായി റാഹത്തല്ലേ, നമുക്ക് വേറെയുള്ള സഹായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നോക്കൂ, ആഖിറുസ്സമാനി, അന്ത്യനാളിനോട് അടുക്കുന്ന കാലത്ത്, അക്തറു മൗതി ഉമ്മതി മിനൽ ഐൻ, എന്റെ ഉമ്മത്തികളിൽ ഒരുപാട് ആളുകൾ മരിക്കുന്നത് കണ്ണേറ് കൊണ്ടാണ് എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അന്ത്യനാളിനോട് അടുക്കുമ്പോൾ നമ്മൾ ഈ കാലം തന്നെ എന്റെ ഉമ്മത്തിലെ അധികം ആളുകൾക്കും സംഭവിക്കുന്ന മരണം കണ്ണേറ് കൊണ്ടുണ്ടാകുന്ന, അസൂയ കൊണ്ടുണ്ടാകുന്ന, സെഹറ് കൊണ്ടുണ്ടാകുന്ന മരണങ്ങൾ എന്റെ ഉമ്മത്തിൽ ധാരാളം വരാനുണ്ട് അന്ത്യനാളിനോടടുക്കുമ്പോഴെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയ കൊണ്ടുള്ള നോട്ടമാണ് കണ്ണേറ് എന്ന് പറയുന്നത്. ഇസ്വാബത്തുൽ ഐനി ഹഖ്ഖുൻ, കണ്ണേറ് എന്ന് പറയുന്നത് സത്യമാണ്, ഹഖാണെന്ന്. അതാണ് നമ്മുടെ അഖീദ. അത് സത്യമാണ്. അതൊന്നും സയൻസിനും ശാസ്ത്രത്തിനും ഒന്നും പറയാൻ കഴിയില്ല. എന്താണ് സംഭവിക്കുന്നത്, അത് ഉള്ളതാണ്. നിറയെ ചക്ക കായ്ക്കുന്ന ഒരു പ്ലാവിലേക്ക് നോക്കിയിട്ടേ ഈ കണ്ണുള്ളവൻ എന്തെങ്കിലും പറഞ്ഞാൽ മതി, എന്താ ഇപ്പൊ നല്ല പൂമാലിട്ടെക്കണ പോലെ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ തുടങ്ങും ആ ചക്കൊക്കെ കൊഴിഞ്ഞു വീഴല്, പിന്നെ മരങ്ങൾ ഉണങ്ങലാണ്. ഇതൊന്നും അന്ധവിശ്വാസമല്ല, അത് ഉള്ളതാണ്. അസ്വാബത്തുൽ ഐനി ഹഖ്ഖുൻ ഒക്കെ ഹദീസിൽ വന്ന വിഷയങ്ങളാണ്. ദീൻ അംഗീകരിക്കുന്ന ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. വെറുതെ എന്തെങ്കിലും പറയാൻ പാടില്ലല്ലോ. ദീൻ, ശർഉം ഖുർആനും ഹദീസും അംഗീകരിക്കുന്ന ഒരാൾക്കും കണ്ണേറില്ല എന്ന് പറയാൻ കഴിയില്ല, പാടില്ല. നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചല്ലേ, അത് ഹഖാൻ, അത് സത്യമാണ്. ആഖിറുസ്സമാനി അക്തറു മൗതി ഉമ്മതി മിനൽ ഐൻ, അന്ത്യനാളിനോടടുക്കുമ്പോൾ അസൂയയുടെ കണ്ണുള്ള ആളുകളുടെ കാരണത്താൽ മരണപ്പെടുന്ന എൻ്റെ ഉമ്മത്തികൾ ധാരാളമുണ്ട് എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ കൂടെ നിസ്കരിച്ചിരിക്കുന്നു. നിസ്കരിച്ചിരുന്ന് മഅമൂമികളിലേക്ക് നബി തങ്ങൾ തിരിഞ്ഞിരുന്നു. സ്വഹാബികൾ ഉറക്കച്ചടവ് കൊണ്ട് ഹബീബിന്റെ കൂടെ ഇരിക്കുന്നവരുണ്ട്, ഹബീബിന്റെ കൂടെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന സ്വഹാബിമാരുണ്ട്. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്ത പട്ടിണി പാവങ്ങൾ ഹബീബിന്റെ കൂടെയുണ്ട്. അടിമകളായ പാവങ്ങളായ സ്വഹാബിമാർ ഹബീബിന്റെ കൂടെയുണ്ട്. പട്ടിണി പാവങ്ങളായ ആയിരക്കണക്കിന് ആളുകൾ ഹബീബിന്റെ ഫുഖറാകളായ സ്വഹാബിമാർ ഇരിക്കുന്ന സദസ്സിലേക്ക് നോക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഹബീബായ നബി ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, കൈഫ അൻതും ഇദാ ഫുതിഹത് അലൈക്കും ഫാരിസ് വറൂം, റോമ പേർഷ്യ സാമ്രാജ്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു വിജയം തരികയും റോമ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്റെ പരിധിയിൽ വരികയും കോടിക്കണക്കിന് സ്വത്തുകളുടെ ആസ്തി ഇസ്ലാമിന് കൈവരികയും ചെയ്താൽ നിങ്ങൾ എങ്ങനെയുണ്ടായിരിക്കും? പാവങ്ങളുടെ മുമ്പിലാണ് തങ്ങൾ ചോദിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്കീന്മാരാ ഹബീബിന്റെ പിന്നിലിരിക്കുന്നത്. അവരോട് ചോദിച്ച ചോദ്യം, കൈഫ അൻതും ഇദാ ഫുതിഹത് അലൈക്കും ഫാരിസ് വറൂം,
മുത്തനബി തങ്ങൾ പറഞ്ഞ ഈ പ്രഖ്യാപനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉസ്മാൻ തങ്ങളുടെ കാലത്ത് ലോകത്ത് പുലർന്ന വല്ലാത്തൊരു അത്ഭുതമാണിത്. പേർഷ്യ, റോമൻ സാമ്രാജ്യങ്ങൾ അതൊന്നും അറബികൾക്ക് ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നില്ലേ? അള്ളാഹുവിന്റെ ദീനിന്റെ വിശുദ്ധമായ ഈ ദീനിന്റെ സരളമായ തെളിമയിൽ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ അള്ളാഹുവിന്റെ ഫത്ഹകൾ എത്രയാണുണ്ടായത്. യൂറോപ്യർ ഭരിച്ചിരുന്ന നാടുകളാണ് ഈ റോം എന്ന് പറയുന്ന സാമ്രാജ്യം. തുർക്കി മുതലിങ്ങ് തുർക്കി ആസ്ഥാനമായുള്ള യൂറോപ്യൻ ഭരണകൂടത്തെയാണ് റൂം എന്ന് പറയുന്നത്. ഇന്നത്തെ ഇറാൻ ഭരിക്കുന്ന ആളുകളാണ്. ചെറിയ കുട്ടി നാഫിൽ എന്ന് പറയുന്ന കുട്ടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ലേഡീസ് വോളണ്ടിയറുടെ അടുത്തുണ്ട്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നറിയിച്ചു. കൈഫ അൻതും ഇദാ ഫുതിഹത് അലൈക്കും ഫാരിസ് വറൂം. ഇന്നത്തെ ഇറാനാണ് അന്നത്തെ പേർഷ്യ എന്ന് പറയുന്നത്. കിസ്റബിൻ ഹുർമുസാൻ, ഹുർമുസാനിന്റെ മകൻ കിസ്റ എന്ന ഭീകരനായ ഒരു ഭരണാധികാരി, സുഖലോലുപനായ ഒരു ഭരണാധികാരി, ആ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. സ്വഹാബികളോട് ചോദിക്കുന്നു, തളർന്നിരിക്കുന്ന സ്വഹാബിമാരോട്, മുഷിഞ്ഞ വസ്ത്രമിട്ടവരോട്, നാളുകളായി ഭക്ഷണം കഴിക്കാതെ വളരെ വിഷമിച്ചിരിക്കുന്ന സ്വഹാബിമാരോടാണ് ഹബീബ് ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിലേക്കെല്ലാം റോമക്കാരുടെയും യൂറോപ്യരുടെയും സമ്പാദ്യം നിങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു നൽകിയാൽ എങ്ങനെയുണ്ടാകും നിങ്ങളുടെ ജീവിതം? ആരും പിന്നെ മിണ്ടിയില്ല, ആരും മിണ്ടില്ല. ഫഅരിമൽ ഖൗം, ആരും ഒന്നും പറയണില്ല. തങ്ങൾ ചോദിച്ചു, ഒന്നുകൂടെ ആവർത്തിച്ചു, കൈഫ അൻതും ഇദാ ഫുതിഹത് അലൈക്കും ഫാരിസ് വറൂം. റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. فقام عبد الرحمن بن عوف وقال, മഹാനവറുകൾ പറഞ്ഞു, നകൂനു കമാ അമറല്ലാഹു അമറ റസൂലുഹു. അല്ലാഹും അവന്റെ റസൂലും എന്താണോ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് നബിയെ ഉണ്ടാവുക. എത്ര സമ്പത്ത് വന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വഭാവം മാറില്ല നബിയെ. ഞങ്ങൾ അല്ലാഹും റസൂലും പറഞ്ഞ പോലെ തന്നെ കാണും. നബി ഞങ്ങൾ പറഞ്ഞു, അവ ഗൈറ ദാലിക്, ഇതല്ലാതെ വേറെ വല്ല അഭിപ്രായം പറയാനുണ്ടോ? അവ ഗൈറ ദാലിക്, ഞാനും അല്ലാഹും പറഞ്ഞ പോലെ സമ്പത്ത് കയ്യിൽ വരുമ്പോൾ നിങ്ങളാകുമോ? തതനാഫസൂൻ, നിങ്ങൾ പരസ്പരം മത്സരിക്കില്ലേ? തുമ്മ തതഹാസദൂൻ, കൈകളിലേക്ക് പൈസ വരുമ്പോ നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ തുടങ്ങൂലേ? തുമ്മ തതദാബറൂൻ, കൂടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനെ അവനെ തളർത്താനുള്ള കുബുദ്ധി നിങ്ങൾ ആലോചിക്കില്ലയോ? മറ്റുള്ളവരെ തകർക്കാൻ നിങ്ങൾ ചിന്തിക്കില്ലയോ? തുമ്മ തതബാഗദൂൻ, നിങ്ങൾ പരസ്പരം വൈരാഗ്യത്തിലേക്ക് മാറില്ലയോ? അല്ലാഹു നിങ്ങളുടെ കയ്യിൽ പൈസ തന്നാൽ നിങ്ങൾ അങ്ങനെയല്ലേ ആയിത്തീരുന്നത്? ഞാനും അല്ലാഹു പറഞ്ഞ പോലെയും ആകുമെന്ന് നിങ്ങൾ പറയുന്നത് ശരിയാകുമോ? നിങ്ങൾക്കന്ന് അസൂയ വരില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദേഷ്യങ്ങൾ ഉണ്ടാവില്ലേ? നിങ്ങളുടെ അയൽപക്കക്കാരനോട് അസൂയ തോന്നാൻ തുടങ്ങില്ലേ? നിങ്ങൾക്ക് തോന്നിപ്പോകും മറ്റുള്ളവരെ വലിയ ആളുകളായിട്ടുണ്ടെന്ന്, അവരൊന്നും നമ്മോട് മിണ്ടില്ലെന്ന്. അങ്ങനെ തോന്നിപ്പിക്കുന്നവരും ചെയ്യുന്നവരും പരസ്പരം വൈരാഗ്യം ചെയ്യുന്നവരും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോവുകയല്ലേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി തരട്ടെ. അസൂയയില്ലാത്ത, വൈരാഗ്യവും പകയുമില്ലാത്ത തെളിനീരൊഴുകുന്ന ഹൃദയമാണ് സത്യവിശ്വാസിക്ക് വേണ്ടത്. അതിനല്ലേ ഖുർആൻ അല്ലാഹു തന്നത്, അതിനല്ലേ മുത്ത് റസൂലിനെ നമുക്ക് നബിയായി അല്ലാഹു പറഞ്ഞു തന്നത്. നമ്മുടെ ഖൽബിനെ നന്നാക്കാൻ, ശരീരം നന്നാക്കാൻ ഭക്ഷണം കഴിച്ചാൽ പോരെ? ആരോഗ്യം ഉണ്ടാക്കാൻ വന്നതല്ലല്ലോ. അത് മാത്രമല്ലല്ലോ ദീനിന്റെ ലക്ഷ്യം. ആരോഗ്യത്തോടുകൂടെ ആത്മീയമായ ആരോഗ്യം വേണ്ടേ? ആരോഗ്യമുള്ള ഹൃദയം വേണ്ടേ? എല്ലാവരോടും സ്നേഹം നൽകുന്ന ഒരു ഹൃദയമെങ്കിലും. പൈസ കൊടുത്തുകൊണ്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. തങ്ങൾ പറഞ്ഞു,
ജനങ്ങൾക്ക് കാശ് കൊടുത്ത് ആഗ്രഹിക്കുന്ന അത്ര വാരിക്കോരി കൊടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. വലാകിൻ 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 ബിവജ്ഹിൻ തുൽഖിൻ, നിങ്ങൾക്ക് പുഞ്ചിരിയോ വെറുപ്പില്ലാത്തൊരു മുഖമോ സന്തോഷമുള്ള ഒരു പുഞ്ചിരിയോ നിങ്ങൾക്ക് കൊടുത്ത് ജനങ്ങൾക്ക് വയറ് നിറയെ സന്തോഷം കൊടുത്തുകൂടെ? പൈസ കൊണ്ട് മാത്രമല്ലല്ലോ, അത്രയെങ്കിലും കഴിയൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയ വിശുദ്ധിയെ കുറിച്ച് പറയുന്നു. നമ്മൾ അറിയണേ, എത്രയോ നിസ്കാരമുള്ള ആളുകള്, എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ, സ്വന്തം കുടുംബങ്ങളോട് പിണങ്ങിക്കഴിയുന്ന ആളുകൾ, അല്ലാഹു തആല അവരുടെ നിസ്കാരം മേഘത്തിന്റെ അത്ര പോലും അവനിലേക്ക് ഉയർത്തുകയില്ലെന്നും എപ്പോഴും കാണുന്നവരെ രണ്ടാളും ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ അത് കഴിഞ്ഞ് ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് മിണ്ടാൻ സാധിക്കാതെ എത്രയോ സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകളോ സുന്നത്ത് നോമ്പെടുക്കുന്നവരോ ഉണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഒന്ന് പറഞ്ഞു തരാം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. അല്ലാഹു എല്ലാവരുടെ അമലുകളും സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോ ആ മിണ്ടാതിരിക്കുന്ന രണ്ടാളുടെ കർമ്മങ്ങളുടെ രണ്ടാളുടെ ഫയൽ വരുമ്പോ അല്ലാഹു പറയുന്ന മലക്കുകളോട്, അന്നിറാഹാദൈനി, ഇവ രണ്ടുപേരുടെയും ഫയലുകൾ ഇവിടെ തന്നെ നിൽക്കട്ടെ, അതെനിക്ക് വേണ്ട. ഹത്താ യസ്തലിഹ, ആദ്യം അവർ രണ്ടാളും നന്നാവട്ടെ, അവര് മിണ്ടട്ടെ, അവരുടെ പിണക്കം തീരട്ടെ, എന്നിട്ട് മതി എനിക്ക് അവരുടെ നിസ്കാരമെന്ന് അല്ലാഹു പറയുന്നുണ്ട് എന്ന് നാവുകൊണ്ട് നുണ പറയാത്ത, നുണ പറഞ്ഞിട്ടില്ലാത്ത ഉമ്മത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിന്റെ മെഹബൂബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിണങ്ങി നിൽക്കുന്ന ആളുകൾ പിന്നെ നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം ഹൃദയ വിശുദ്ധി ഉണ്ടായിരുന്ന മറ്റൊരാൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല, ഇനി കഴിയുകയുമില്ല. ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അഥറുണ്ട്, ഇന്നല്ലാഹ ത്വലഅ അലാ ഖുലൂബി ഖൽഖിഹി, അല്ലാഹു അവന്റെ സൃഷ്ടികളായ എല്ലാ മനുഷ്യരുടെയും ജിന്നുകളുടെയും ഖൽബിലേക്ക് അല്ലാഹു നോക്കുന്നു. ഫറആ أخشأ قلبا إليه هو قلب محمد صلى الله عليه وسلم. അല്ലാഹുവിലേക്ക് ഏറ്റവും ഭയഭക്തിയുള്ള ഒരു ഹൃദയം, ശുദ്ധമായ ഒരു ഹൃദയം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടേതിനേക്കാളും മറ്റൊരു ഹൃദയം അല്ലാഹു കണ്ടില്ല എന്ന്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഇല്ല എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാരുണ്യം വാരിക്കോരി കൊടുക്കുകയായിരുന്നു ആ ഹൃദയത്തിലൂടെ. ആ കരുണയാണ് നമുക്ക് അല്ലാഹു ഹബീബിന്റെ റിസാലത്തിലൂടെ തന്നത്. ഇനി ശഫാഅത്തിലൂടെ അല്ലാഹു തരുമെങ്കിൽ അല്ലാഹു നമുക്കതിന് അർഹത നൽകട്ടെ. ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അതും ഹബീബിന്റെ ആ ഒരു ഹൃദയത്തിൽ നിന്നൊഴുകുന്ന കരുണയുടെ തെളിനീരുകളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ ഇരിക്കുമ്പോ വല്ലാത്ത സന്തോഷം നബി തങ്ങളുടെ മുഖത്ത്. ഫറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജദ്ലാന ഫർഹാന തബ്രിഖു അസാരീറു വജ്ഹിഹി, വല്ലാത്ത സന്തോഷമുള്ള ഒരു മുഖം ഞാൻ കണ്ടു. അന്ന് നബിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം, മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു തിളക്കം, ഒരു പ്രഭയുണ്ട്, എന്തെന്നില്ലാത്തൊരു ശുദ്ധമായ ഒരു തെളിമ, ഹബീബിന്റെ മുഖത്തൊരു വെളിച്ചം, എന്തെന്നില്ലാത്ത സന്തോഷം കണ്ടപ്പോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ആ നേരത്ത് സന്തോഷിക്കുന്ന നേരമല്ലേ ഒരു കാര്യം ചോദിക്കാം. യാ റസൂലല്ലാഹി ലീ ഇലൈക ഹാജ, നബിയേ എനിക്കൊരാവശ്യമുണ്ട് നബിയേ അങ്ങയോട് ചോദിക്കാൻ. സലീനിയ ആയിഷ, സലീനിയ ആയിഷ, ആയിഷ ചോദിച്ചോളൂ ചോദിച്ചോളൂ, എന്താ വേണ്ടത്? സന്തോഷിച്ചിരിക്കുമ്പോ ചോദിക്കുമ്പോ കൊടുക്കുമല്ലോ, എന്താ വേണ്ടത് ആയിഷ? സഹോദരിമാരെ ആലോചിക്കണം, ചെറുപ്പക്കാരിയായ ഒരു മഹദിയാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. ഈ സംഭവം നടക്കുമ്പോ ഒരുപക്ഷെ ബീവിക്ക് 17 or 18 വയസ്സായിരിക്കാം സമയം മാക്സിമം. ആ നേരത്ത് നമ്മുടെ പെൺകുട്ടികളൊക്കെ എന്തായിരിക്കും ചോദിക്കുക? പാപ്പാന്റെ വലിയ സന്തോഷം കാണുമ്പോൾ, പാപ്പ ഒരു ഐഫോൺ X കിട്ടുമോ, ഒരു സ്മാർട്ട് ഫോൺ കിട്ടുമോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോ, എനിക്കൊരു ആഗ്രഹമുണ്ട് നബിയേ,
ചോദിച്ചോളൂ ബീവി, എന്താ വേണ്ടത്? എന്താ വേണ്ടത്? സലീനി യാ ആയിഷ. ആയിഷ ബീവി ഒന്നുകൂടെ പറഞ്ഞു, യാ റസൂലല്ലാഹി ലീ ഇലൈക ഹാജ, എനിക്കൊരു കാര്യമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചോദിക്കുമോളെ ആയിഷ, ചോദിച്ചോളൂ, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന ആ ഒരു മഹദി ചോദിച്ച ചോദ്യം നോക്കണം. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് വേഗം നമുക്കൊന്ന് ജ്വല്ലറിക്ക് പോവല്ലേ? ഇപ്പം കുറച്ച് സ്വർണത്തിന് വില കൂടിക്കണില്ലേ? അപ്പോ കുറവാണെങ്കിൽ പിന്നെ അതായിരിക്കുമല്ലോ പറയാം, നമുക്ക് വളയ്ക്കൊന്ന് പോയി മാറ്റിയാലോ അല്ലേ, മാലയ്ക്കൊന്ന് മാറ്റി പിടിച്ചാലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചാലോ. എനിക്കുണ്ട്, ഹലാലാണ്, കുഴപ്പമില്ല, ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു നല്ലൊരു ചോദ്യം ചോദിക്കാൻ പോവും ആയിഷ ബീവി റളിയല്ലാഹു. എന്താ ചോദ്യം എന്നറിയോ? അസ്അലുക, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു നബിയേ, അൻതദുഅലി, അങ്ങെനിക്ക് വേണ്ടി ദുആ ഇരക്കണേ, അയ്യഗ്ഫിറല്ലാഹു ലി, അല്ലാഹു എനിക്ക് മാപ്പ് തരാൻ അങ്ങെനിക്ക് വേണ്ടി ദുആ ഇരക്കണേ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി പറഞ്ഞ പോരെ, അല്ലാഹു എനിക്ക് പുറത്തരണേ മതി. പക്ഷേ ഹബീബിനോട് തവസ്സുൽ ചെയ്യാൻ, പൊന്നാര നബിയേ അങ്ങെനിക്ക് വേണ്ടി ചോദിക്കണം അല്ലാഹുവിനോട്. അല്ലാഹുവിനോട് അങ്ങ് ദുആ ഇരക്കണേ. ആയിഷ ബീവിക്ക് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ നബിയേ. എന്ത് രസമുള്ള ചോദ്യമാണ് ചോദിച്ചത്. അത്രക്ക് നബി സന്തോഷിച്ചിരിക്കുന്ന ഒരു നേരത്ത് ചോദിച്ചോളൂ ബീവി, ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യമാണ്, നബിയേ എനിക്ക് അല്ലാഹു മാപ്പ് തരാൻ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ഇരക്കണേ. ഫസ്തഖ്ബലൽ ഖിബ്ല ബിഅബീഹി വഉമ്മി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്നു. വമദ്ദ യദൈഹി, രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി. അത് ദുആഇന്റെ ഒരു അദബാണ്, ദുആരക്കുമ്പോൾ കൈ ഉയർത്തുക. ഒരു സദസ്സിലൊക്കെ ദ്വാരക്കും വേണ്ടാൻ ചിലർ കൈ ഉയർത്താതെ ഇങ്ങനെ, എനിക്കിതൊന്നും പാടില്ല. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ വല്ല നിക്കാഹിന്റെ സദസ്സിലോ ഏതെങ്കിലും ഒരു മജ്ലിസിലോ ദ്വാരക്കുമ്പോ കൈയെടുക്കൂല, ഞാൻ നിങ്ങളെ പാർട്ടിപ്പെട്ടതല്ല എന്ന് പറയലായിരിക്കും ഒരു ലക്ഷ്യം. എന്താണ് അതൊക്കെ റബ്ബേ, ഇത്രത്തോളം എങ്ങനെയായിപ്പോയത്? ഇതൊക്കെ ആര് പഠിപ്പിച്ചു വിടുന്നത്? അല്ലാഹു അലം. ഒരു സമൂഹം ഒന്നാകെ ദ്വാരക്കുമ്പോൾ കൈ ദ്വാരക്കാണ്ടിരിക്കുക, കൂളായിട്ട് മടിയിൽ കൈവച്ചിരിക്കുക. ഈ ചോദിക്കുന്നത് സ്വർഗവും മഗ്ഫിറത്തും, അള്ളാഹുവിനോട് പാപമോചനവും നരകമോചനവും ഖബറാദാബിന്ന് മോചനവും ഇതൊക്കെ ചോദിക്കുക. എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഇതുപോലെയുള്ള വേണ്ടാത്തത് പഠിപ്പിച്ചു വിടാൻ ചില സംഘടനകൾക്ക് ഇവിടെ ഉത്തരവാദിത്വമുണ്ട്. അത് പഠിപ്പിച്ചു വിട്ടത് അവരാണ്. അത് സംഭവിച്ചിട്ടുണ്ട്. അത് എന്തോ ഒരു പറഞ്ഞു വിട്ടതിന്റെ റിസൾട്ടാണത്. കൈയുയർത്താണ്ടിരിക്കുക, ദ്വാരക്കാണ്ട്, എന്തൊരു അദബുകേട്. മഹാന്മാരായ സയ്യിദന്മാരൊക്കെ ദ്വാരക്കും, ഉസ്താദുമാരൊക്കെ ഒന്ന് ദ്വാരക്കാൻ, ഒന്ന് ആമീൻ അല്ലാഹുവേ ഉത്തരം തരണേ അല്ലേ വേണ്ടു. അപ്പൊ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ദ്വായിലൊക്കെ ചിലപ്പോ ചില ദ്വാകളൊക്കെ ശിർക്ക് വരുന്നുണ്ടാവും, അതുകൊണ്ടാണ്. ശിർക്ക് വരാത്തത് ഉണ്ടല്ലോ, എന്നിട്ടെന്താ ആമീൻ പറയാത്തത്? ഓല കണക്കില് അങ്ങനെയാണെങ്കിൽ ദ്വാരക്കുന്നിന് അഥവാ കൈ ഉയർത്തണം, അത് അള്ളാന്റെ മുമ്പിലുള്ള ഇരക്കലാണ്. റബ്ബിനോട് നമുക്ക് ഇരക്കണല്ലോ, അതുകൊണ്ട് ദുആ ഇരക്കുക എന്നാ പറയാ. ദുആ ഇരക്കുക, അള്ളാഹുവിനോട് ഇരുന്ന് വാങ്ങാൻ തരണം പടച്ചവനെ. അതൊരു അദബല്ലേ? എന്താ അതിൽ നഷ്ടപ്പെടാൻ പോകുന്നത്? അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോവോ? ഞാൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ചെയ്യാത്തത്? അതൊന്നും പാടില്ല എന്ന് ആര് പഠിപ്പിച്ചു വിട്ടു? ആര് ദ്വാരക്കാണ് അവിടെ ആമീൻ പറയില്ല, മിണ്ടാണ്ടിരിക്കും. നിങ്ങൾ പ്രതിപക്ഷം നിൽക്കുന്ന പോലെ. സുബ്ഹാനല്ലാഹ്. ഫസ്തഖ്ബലൽ ഖിബ്ലത വമദ്ദ യദൈഹി, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് രണ്ട് കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി നബി തങ്ങൾ ദുആ ഇരക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ. അല്ലാഹുവേ എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ. ഹബീബായ നബി തങ്ങൾ കൈ താഴ്ത്തി ദുആ തീർന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി തങ്ങളുടെ ആ ദുആ കൊണ്ട് വല്ലാതെ സന്തോഷിച്ചപ്പോ നബി തങ്ങളോട് ആയിഷ ബീവിയോട് തങ്ങൾ ചോദിച്ചു, മാലകിയ ആയിഷ അസുരിർത്തി, എന്താ ആയിഷ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, സന്തോഷായോ? ബീവി മറുപടി കൊടുത്തു, യാ റസൂലല്ലാഹി, അല്ലാഹുവിന്റെ റസൂലേ, വമാലി അലാ ഉസർ, എനിക്കെന്തുകൊണ്ട് സന്തോഷിച്ചുകൂടാ?
വറസൂലുള്ളാഹി യദ്ഉലി ബിൽ മഗ്ഫിറ, അല്ലാഹുവിന്റെ റസൂലല്ലയോ എനിക്ക് അല്ലാഹുവിനോട് പാപമോചനം ചോദിച്ചത്, അത് അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പല്ലേ, പിന്നെ എനിക്ക് സന്തോഷിച്ചൂടെ? ഞാൻ സന്തോഷിച്ചു നബിയെ, ഞാൻ സന്തോഷിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നോക്കൂ മുഅ്മിനേ, ഫഖാല യാ ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ ബീവി, വല്ലാഹി ഇന്നി ലാ ദുഉ ലി ഉമ്മതി കുല്ല ലൈലത്തിൻ അൻ യഗ്ഫിറല്ലാഹു ലഹാ ദുനൂബഹാ. എല്ലാ രാത്രിയിലും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ദുആ ഇറക്കുന്നുണ്ട് ആയിഷ. എൻ്റെ ഉമ്മത്തികൾക്ക് അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ. എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്നവർക്കും ഇനി ഖിയാമത്ത് നാൾ വരെ വരാനുള്ളവർക്കും നീ മാപ്പു ചെയ്യണേ, മാപ്പു ചെയ്യണേ എന്ന് ഞാൻ എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ഇറക്കാത്ത ഒരു രാത്രിയുമില്ല മോളെ ആയിഷ. ഞാൻ എന്നും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നുണ്ട് എന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്താണ് ആ കരുണ? വാരിക്കോരി കൊടുക്കുകയാണ് വരാൻ പോകുന്ന തലമുറക്ക്, എൻ്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ. അല്ലാഹു അതിലൊക്കെ നമ്മളൊക്കെ പൊടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, ചില ഖിറാഅത്തിൽ മിൻ അൻഫസികും. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. നിങ്ങളിലേക്ക് നിയുക്തരായ ഈ നബി, നിങ്ങൾക്കിടയിൽ നിന്ന് നിയുക്തരായ റസൂൽ നിങ്ങളുടെ മേൽ അത്രമേൽ സന്തോഷമുള്ള ഒരു റസൂലാണ്. നിങ്ങൾ സത്യവിശ്വാസികളാകണമെന്ന് നിങ്ങളെക്കാളും ആഗ്രഹമുള്ളവർ, നിങ്ങളോട് കരുണയുള്ളവർ, നിങ്ങൾക്ക് കാരുണ്യം, നിങ്ങൾക്ക് കരുണയും വാത്സല്യവും നൽകിയവരാണ് ഈ ഹബീബായ നബി എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ. ഹൃദയത്തിന്റെ തെളിമയാണത്. എല്ലാവർക്കും പുറത്തു കൊടുക്കണേ, എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കണേ എന്ന ആ ഒരു പ്രാർത്ഥന. മുൻഗാമികളായ ആളുകൾ ഹൃദയ വിശുദ്ധിയെ കുറിച്ചാണ് ചിന്തിച്ചത്. പ്രശ്നങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. കുടുംബത്തിലുണ്ടാവും, നാട്ടിലുണ്ടാവും, മഹല്ലിലുണ്ടാവും, രാജ്യങ്ങളിലുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അത് പരിഹരിക്കാൻ കഴിയണം. അത് മനസ്സിൽ കൊണ്ട് നടക്കരുത്, അത് വിട്ടുകള, അതൊന്നും കൊണ്ട് നടക്കരുത്. ഹൃദയത്തിൽ വെക്കൽ, ഹൃദയം ശുദ്ധിയാക്കി കൊടുക്കുക. സ്വഹാബിമാരുടെ നേതാവ്, അംബിയാ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് അല്ലാഹു ആദ്യമായി നബിയല്ലാത്ത ഒരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലേ. സിദ്ദീഖീങ്ങളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹസനുൽ ബസ്രി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ സബഖകും അബൂബക്കറിൻ ബികസറത്തി സ്വലാത്തിൻ വലാ ബികസറത്തി സൗം. താബിഈങ്ങളോടാണ് ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നത്, സ്വഹാബികളെക്കാളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറ്റ കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങളെ തന്റെ കൂട്ടുകാരായ എല്ലാ സ്വഹാബികളെക്കാളും എല്ലാ മുഅ്മിനീങ്ങളെക്കാളും ഉയർന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരുപാട് നിസ്കരിച്ചിട്ടോ ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിട്ടോ അല്ല. വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു നൽകുന്ന ഒരു വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധി കൊണ്ടാണ് മഹാനായ സിദ്ദീഖ് എന്നവരെ ലോക മനുഷ്യരുടെ, ലോക മുഅ്മിനീങ്ങളുടെ, ലോകത്തെ അംബിയാ കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തികളിൽ എല്ലാവരെക്കാളും സ്ഥാനീയർ മഹാനായ സിദ്ദീഖ് തങ്ങളല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ ഔലിയാഇന്റെയും മീതയാണവര്, എല്ലാ ഔലിയാഇന്റെയും അഖ്താബിന്റെയും നുജബാഇന്റെയും മീതയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ബിശൈഇൻ വഖറ ഫീ ഖൽബി, ഹൃദയത്തിനുള്ളിലെ ആ ഒരു വിശുദ്ധിയാണ്, ഈമാനാണ്, ഹൃദയത്തിന്റെ തെളിമയാണ് അതിന് കാരണമെന്ന് മഹാന്മാരായ സ്വഹാബിമാർ തന്നെ പറയാറുണ്ട്. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞതും കാണാൻ കഴിയും. വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ഇത് സിദ്ദീഖ് എന്നവരെ കുറിച്ച് പറഞ്ഞ ആയത്താണ് അത്ര. സൂറത്തു സുമർ 33-ാമത്തെ ആയത്ത്. വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി,
സത്യം കൊണ്ടുവരികയും ആ സത്യം അംഗീകരിക്കുകയും ചെയ്തവർ ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞത് സിദ്ദീഖ് തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാറുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ബറാ ഇബ്നു മാലിക് തങ്ങളുടെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തിരിക്കുകയാണ്, ഹബീബിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ വരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖദ് ബദത് റുക്ബതുഹു മിൻ ശിദ്ദത്തി സഅയ്, ഓടി വരികയാണ്. ആ ഓട്ടം കൊണ്ട് കാലിന്റെ മുട്ടിന്റെ ഭാഗത്തുള്ള വസ്ത്രം പോലും നീങ്ങിയിട്ടുണ്ട്, കാലുമുട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഓടി വരുന്നുണ്ട് സിദ്ദീഖ് തങ്ങള്. അല്ലാഹുവിന്റെ റസൂല് സിദ്ദീഖ് എന്നവരെ കാണുന്നു, സിദ്ദീഖ് തങ്ങളെ കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാ സാഹിബുക്കും ഫഖദ് ഗാമറ, നോക്കണേ നിങ്ങളുടെ ഈ കൂട്ടുകാരൻ എന്തോ ഒരു നന്മ വളരെ നേരത്തെ ചെയ്തു വരുന്ന വരവാണ് ഈ വരുന്ന വരവ്. തങ്ങൾ കണ്ടപ്പോഴേ പറഞ്ഞു, നന്മയിലേക്ക് ഓടി വരുന്ന ആളാണ്. സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളുണ്ടെങ്കിൽ പിന്നെ മറ്റൊരാളെ കാത്തു നിൽക്കാതെ ഞാനത് ചെയ്യട്ടെ. പള്ളിക്ക് ഒരു കാർപ്പറ്റ് വേണം, അല്ലെങ്കിൽ പള്ളിക്ക് ലൈറ്റ് വേണം, പള്ളിക്ക് പെയിന്റ് അടിക്കണം, അത് മറ്റേ ആചാര്യ ചെയ്യട്ടെ. ഈ ആചാര്യ 2 മക്കൾ ഗൾഫിലുണ്ടല്ലോ, ഓല് ചെയ്യട്ടെ. ഈ പറയണ ചിന്തിക്കുന്ന ആൾക്ക് ചെയ്യാവുന്നതുള്ളൂ, എന്നാലും ബാക്കിയുള്ളവർ ചെയ്യട്ടെ. അങ്ങനല്ല. ഖൈറുൽ ഉമൂരി അഅജലുഹു അത്തഉദതു ഖൈറുൻ ഫീ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ അമലിൽ ആഖിറ. ആഖിറത്തിന്റെ വിഷയം വരുമ്പോ അത് ഞാൻ ചെയ്യണം, എനിക്ക് കിട്ടണം ആ കൂലി. അങ്ങനെ ചിന്തിക്കേണ്ട, ഞാനത് വേഗം ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതൊരു സങ്കടം ബോധിപ്പിക്കാൻ വന്ന വരവാണ്. അല്ലാഹുവിന്റെ റസൂലേ, ലഖദ് കാന ബൈനി വബൈന ഉമർ ബഅദു ഷൈ, ഞാനും ഉമർ എന്നവരും ഒരു ചെറിയ പിണക്കമുണ്ടായിരുന്നു നബിയേ. എന്തോ ഒരു ചെറിയ വിഷയം, ഒരു വാക്ക് ഉമർ എന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. സിദ്ദീഖ് എന്നവർ പറഞ്ഞത്. ഫജിഅതു അസ്തസ്മിഹു, ഞാൻ ഉമർ എന്നവരുടെ അരികത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉമറേ, അമീറുൽ മുഅ്മിനീനായ ഉമറുൽ ഖത്താബ് തങ്ങളെ. അന്ന് അമീറുൽ മുഅ്മിനീൻ അല്ല, അന്ന് ഹബീബ് ജീവിച്ചിരിപ്പുള്ള കാലം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഉമറേ, എനിക്ക് മാപ്പ് തരണേ. ഉമർ തങ്ങള് പറഞ്ഞില്ല, ഒന്ന് മാപ്പ് ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ മതി, പറഞ്ഞില്ല. അത്രക്കെന്താ വേദന ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടുപേരും ഉറ്റമിത്രങ്ങളാണ്. ഇഷാക്ക് നിസ്കാരം കഴിഞ്ഞ് പോയ സുബ്ഹിയാവുമ്പോഴേക്കും കാണാൻ കൊതിയാവെന്ന് പറയുന്ന ആൾക്കാരാണ് ഈ 2 മഹാന്മാരും. കാണാൻ കൊതിയായി പോയി അങ്ങനെ പറയാം. സുബ്ഹിക്ക് ഇഷാസ്കരിച്ച് പോയിട്ടുണ്ടാവുള്ളൂ, എന്നിട്ട് കെട്ടിപ്പിടിക്കും, റബ്ബേ ശ്രദ്ധിക്കുന്നവരെ എവിടെയായിരുന്നു, എത്ര കാലായി. അങ്ങനത്തെ കൂട്ടുകാരാ. അടുത്ത കൂട്ടുകാര് വല്ല വേദനിക്കുന്ന പറഞ്ഞ ഭയങ്കര വേദന ആയിരിക്കൂലേ. അങ്ങനെയാണല്ലോ. ദൂരല്ല എത്ര ആൾക്കാർ ഇപ്പം നമ്മൾ ചീത്ത പറയണ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ആരെയും മൈൻഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ അടുത്ത കൂട്ടുകാർ വല്ലതും പറയുമ്പോൾ അപ്പം നമുക്ക് അതൊരു വിഷമായിരിക്കും, വേദനയായിരിക്കും. എല്ലാ ദൂരം അങ്ങനെ പറഞ്ഞോട്ടെ, ഇനിയിപ്പോൾ എന്താ മൈക്കെടുത്തിട്ട് എല്ലാവർക്കും പറഞ്ഞുകൂടെ? അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് ചോരബന്ധമുള്ളവർ, നമ്മൾ ഒറ്റ കൂട്ടുകാര്, അപ്പൊ നമ്മൾ അത് വല്ലാതെ വേദനിക്കും. എന്നോട് മാപ്പാക്കണേ എന്ന് ഞാൻ ചോദിച്ചു നബിയേ. എനിക്ക് മാപ്പ് തന്നില്ല നബിയേ. ഞാൻ വന്നിരിക്കുന്നു നബിയേ. ഞാൻ മാപ്പ് ചോദിച്ചു, പക്ഷേ എന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ് നബിയേ. ആ തെറ്റ് എനിക്ക് അല്ലാഹു പുറത്തു തരാൻ അങ്ങ് എനിക്ക് ദുആ ഇറക്കണേ, അങ്ങ് ദുആ ഇറക്കണേ. ാണെങ്കിലും സ്വഹാബികൾ മനസ്സിലാക്കുക, അത് ഹബീബിന്റെ റൂട്ടിലൂടെ പോകുമ്പോഴാണ് അതിന് കൂലി, അതിന് ഇജാബത്ത്. അജ്ദറുൽ ഇജാബ. നബിയെ, അങ്ങ് ദുആ ഇറക്കണം എനിക്ക് വേണ്ടി, അങ്ങ് ദുആ ഇറക്കണേ നബിയെ. തസ്തഗ്ഫിറുലി, എനിക്ക് അല്ലാഹുവോട് മാപ്പ് ചോദിക്കാൻ അറിയാത്തത് കൊണ്ടല്ല നബിയെ, അങ്ങനെക്ക് വേണ്ടി ചോദിച്ചു തരണം അല്ലാഹുവിനോട് എന്ന് പറഞ്ഞു തീർന്നിട്ടേ ഉള്ളൂ. അതാ വരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മാപ്പ് ചെയ്തില്ല, മാപ്പ് കൊടുക്കാതിരുന്നത് ശരിയായില്ല എന്ന് തോന്നി വേദനിച്ചിട്ട് ഞാൻ എൻ്റെ സിദ്ദീഖിന് മാപ്പ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഹബീബിന്റെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം വന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളാണെങ്കിലോ
فلما راى رسول الله صلى الله عليه وسلم عمر غضب عمر എന്നവരെ കണ്ടപ്പോ നബി തങ്ങൾക്ക് ദേഷ്യം വന്നു കഅന്നമാ ഫുഖിഅ ഫീ വജ്ഹിഹി ഹബ്ബുർ റുമാൻ ഉറുമാമ്പഴത്തിന്റെ ഒരു മണി മുഖത്ത് പൊട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? നല്ല ചുവപ്പ് നിറം വരൂലേ? അതുപോലെ ഹബീബിന്റെ മുഖം ചെമന്ന് തുടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ദേഷ്യമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നു. നമ്മളാണെങ്കിൽ എന്താ പറയാ? നബി നല്ലൊരു ചീത്താറട്ടെ, നന്നായിക്കണത് അങ്ങനല്ലേ? ഉസ്താദ്മാരെ കൊണ്ടൊക്കെ അടിപൊളിക്കണവരൊക്കെ ഉണ്ടാവില്ല കുട്ടികൾ മദ്രസിലൊക്കെ. വടി ഇങ്ങനെ കിട്ടുമ്പോൾ അങ്ങ് ചിരിക്കലായിരിക്കും. അങ്ങനെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളുടെ മുഖത്ത് ദേഷ്യം വന്നപ്പോ സിദ്ദീഖ് എന്നവർക്ക് പേടിയായി. പടച്ചോനെ, ഹബീബായ നബി തങ്ങളെങ്ങാനും ദേഷ്യത്തിലെങ്ങാനും ഉമർ എന്നവരോട് വല്ലതും പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമല്ലോ റബ്ബേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന് ഒന്നും വരാതിരിക്കട്ടെ എന്ന് കരുതി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. ജസാ അലാ റുക്ബതൈ, കാലുമുട്ടിൽ ഉഴഞ്ഞുകൊണ്ട് കാലുമുട്ടിനാൽ നിരങ്ങി ഹബീബായ തങ്ങളുടെ കാൽക്കൽ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹി കുൻതു അദുലം കുൻതു അദുലം കുൻതു അദുലം. നബിയെ, ഞാനാ നബിയെ തെറ്റ് ചെയ്തത്, ഞാനാ നബിയെ തെറ്റ് ചെയ്തത്, ഉമറല്ല ഉമറല്ല, ഉമറിനെ ചീത്ത പറയല്ലേ നബിയെ, എന്റെ ഭാഗത്താണ് തെറ്റ് വന്നത് എന്ന് ഹബീബായ നബിയോട് കരഞ്ഞുകൊണ്ട് പറയുന്ന രംഗം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ആ ഖൽബിന്റെ വിശുദ്ധിയാണ്. ഒരു തെറ്റ് സമ്മതിക്കലൊരു വലിയ വിഷയമല്ലേ? എത്രയോ ആൾക്കാരെങ്കിലും ജ്യേഷ്ഠന്റെ അടുത്താകാരം തെറ്റ്, എന്നാലും അഞ്ചമെന്ന് മാപ്പ് പറയട്ടെ, അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ? തെറ്റ് പറ്റുന്ന ആളല്ലേ മാപ്പ് ചോദിക്കേണ്ടത്? എൻ്റെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞ എന്തോ റാഹത്തായിരിക്കും. എല്ലാവർക്കും അറിയാം ജ്യേഷ്ഠന്റെ കയ്യിലാ തെറ്റ്, പക്ഷെ വിട്ടുകൊടുക്കൂല. അമ്മാവുണ്ടാവും ചിലപ്പോ, ചില അമ്മാവന്മാരൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കൂല. ഒരു കാര്യമില്ല, ആ മനുഷ്യന്റെ പെങ്ങളെ കുട്ടിയെ ജനിച്ചു എന്നുള്ള ഒരൊറ്റ തെറ്റേ അയാൾ ചെയ്തിട്ടുള്ളൂ, വിട്ടുകൊടുക്കൂല. അമ്മോനല്ലേ എന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, തെറ്റ് തെറ്റന്നല്ലേ? കുൻതു അദുലമ, എന്റെ ഭാഗത്താണ് തെറ്റുണ്ടായത്, എന്റെ ഭാഗത്താണ് പിഴവുണ്ടായത്, എനിക്കാണ് തെറ്റുപറ്റിയത്. ഇത് പറയുന്നത് ഹൃദയത്തിന്റെ വിശുദ്ധിയിലുള്ളവർക്കേ പറയാൻ കഴിയൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ കാലുകൊണ്ട് ഇഴഞ്ഞുകൊണ്ട് വന്നുകൊണ്ടാ പറഞ്ഞത്, നബിയേ. സിദ്ദീഖ് തങ്ങൾ പറയാ, നബിയേ, ഉമർ എന്നവരെ ചീത്ത പറയരുത് നബിയേ, ഞാനാ തെറ്റു ചെയ്തത്, ഞാനാണ് ഉമർ എന്നവരെ വേദനിപ്പിച്ചത്, എന്റെ ഭാഗത്താ നബിയെ തെറ്റുണ്ടായത്. അസൂയയില്ലാത്ത ഹൃദയം വേണം, തെളിമയുള്ള ഹൃദയം വേണം. ഈ സുമനസ്സുകളിൽ നിന്നൊഴുകുന്ന തെളിനീരാണ് ഇത്തരം നല്ല സൽസ്വഭാവങ്ങൾ. ലോകം കണ്ട പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതനാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മദീനക്കാരനായ മഹാൻ. മദീനയിലെ ജന്നത്തുൽ ബഖീൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹദീസ് രേഖപ്പെടുത്തുന്ന ഹദീസ് ശാസ്ത്രത്തിൽ ഏറ്റവും ആദ്യം ഹദീസുകളുടെ സമാഹരണം ലോകത്തിന് സമ്മാനിച്ച ഹദീസിന്റെയും ഫിഖഹിന്റെയും സമാഹരണമായതിന്റെ പേരിൽ ഹദീസ് മാത്രമായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. മഹാനായ മുഅത്തയുടെ സ്വാഹിബായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. മാലിക് റളിയല്ലാഹു അൻഹു 100ഓളം സ്വഹാബിമാരെ കാണാൻ ഭാഗ്യമുണ്ടായ താബിഈയാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരനാണ്. മുഅത്ത എന്ന കിതാബ് ഇറക്കിയപ്പോ കുറച്ച് ആൾക്കാർക്ക് അസൂയ വന്നു. മൂല്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അസൂയ വന്നേക്കാം, സ്വർണ്ണപ്പണിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയേക്കാം, ഡ്രൈവർമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയേക്കാം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പഠിച്ചോ എനിക്ക് കിട്ടേണ്ട ട്രിപ്പാണല്ലോ അപ്പോൾ പോയത്, അവൻ അസൂയ തോന്നി തുടങ്ങും. ഓരോ ആൾക്കാർക്ക് അവരുടെ ഫീൽഡിലുള്ളവരോടല്ലേ ദേഷ്യം വരുള്ളൂ. ഇമാം മാലിക് എന്നവര് മുഅത്ത എഴുതിയപ്പോ ഈജിപ്തുകാരനായ ഇബ്നു അബീ ദിഅ്ബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മുഅത്ത എന്ന കിതാബ് ഈജിപ്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈജിപ്തുകാരെ വല്ലാണ്ട് ബഹുമാനിക്കുന്ന പ്രഗത്ഭനായ ആലിമാൻ ഇബ്നു അബീ ദിഅ്ബ് തങ്ങള്. അപ്പൊ പറഞ്ഞു, മാലിക് ഇമാമിനോട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് പറയാൻ തുടങ്ങി, ഈ ചെറിയ കുട്ടിന്റെ മുഅത്ത എന്തിനാ, ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഈ ചെറുപ്പക്കാരനെക്കാളും വലിയ മഹാനായ ഇബ്നു അബീ ദിഅ്ബ് മുഅത്ത എന്ന് പറഞ്ഞൊരു ഹദീസ് ഗ്രന്ഥം വേറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതുപോലെ പിന്നെ എന്തിനാ ഈ കുട്ടിൻ്റെത്?
അപ്പോൾ മാലിക് ഇമാമിൻ്റെ അടുത്ത് ഒരുപാട് ശിഷ്യന്മാർ പഠിക്കാൻ വന്നു. അങ്ങനെ വന്ന ഒരു ശിഷ്യനാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ തങ്ങൾ. ഈ മാലിക് ഇമാമിന്റെ ശിഷ്യനാണ്. അപ്പൊ ശിഷ്യന്മാര് വന്നപ്പോ ചിലരൊക്കെ പറഞ്ഞു, അല്ല ഉസ്താദേ, ചില ആൾക്കാരൊക്കെ പറയുണ്ടല്ലോ, ഇന്നന്നാസ യഖൂലൂൻ മാ യസ്നഉ മാലികും ബിമുവത്തഇഹി, ഈ മാലിക് എന്നവര് മുവത്ത എഴുതിയിട്ട് എന്താണ് കാര്യം, അതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചിലര് പറയുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. മാലിക് ഇമാം ഒന്നും മറുപടി പറയുന്നില്ല. ഒരൊറ്റ മറുപടിയേ പറഞ്ഞുള്ളൂ, മാ കാന ലില്ലാഹി യബ്ഖാ, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നത് ലോകത്ത് ബാക്കിയുണ്ടാകും. അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നത് ബാക്കിയുണ്ടാകും, അല്ലാത്തൊക്കെ പോകും. എല്ലാം കുറച്ചേരം ഉണ്ടാവട്ടോ. അതാണ് ഹക്കും ബാത്തിലിന്റെയും ഒരു വിഷയം. അതാ, ബാത്തിലിനെ കുറച്ചു നേരം പുകമറ സൃഷ്ടിക്കാൻ കഴിയും, പക്ഷെ സത്യമേ പിന്നെ നിലനിൽക്കൂ. അതങ്ങനെ പൊന്തി വന്ന് ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും, പിന്നെ ആവേശമൊക്കെ പോയി ഒരു വെട്ടിങ് കിതാബൊക്കെ പൂട്ടിച്ച് പോകും. പക്ഷെ വലിയ ആവേശത്തിൽ വരും. അത് ബാത്തുലിന്റെ ഒരു പ്രത്യേകതയാണ്. ഭയങ്കര വരവാകരം വരും, നിലനിൽപ്പില്ല. ഹക്ക് അങ്ങനെയല്ല. സത്യത്തിന്റെ മാർഗം, ദീനിന്റെ മാർഗം, അള്ളാഹുവിന്റെ പൊരുത്തുള്ള മാർഗം, അത് കാലങ്ങളോളം നിലനിൽക്കും. അള്ളാഹു നമ്മെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാക്കി തരട്ടെ. മാലിക് ഇമാമിന്റെ ഒരൊറ്റ മറുപടിയാണ്, ഇബ്നു അബീ ദിഅ്ബ് തങ്ങളുടെ മുവത്തയെ കുറിച്ച് മോശമാക്കി പറയാൻ മാലിക് എന്നവരില്ല. മാ കാന ലില്ലാഹി യബ്ഖാ, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നത് ലോകത്ത് ബാക്കിയാകുമല്ലോ, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. മാലിക് ഇമാമിന്റെ മുവത്തയല്ലാതെ ലോകത്ത് വേറെ മുവത്ത ആരെങ്കിലും എന്ന് പറയുന്നുണ്ടോ? ഇമാം ദഹബിയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, മാലിക് ഇമാമിന്റെ കിതാബ്, മാലിക് ഇമാമിന്റെ കിതാബല്ലേ ഇന്ന് ലോകത്തറിയപ്പെടുന്ന മുവത്ത. ഇബ്നു അബീ ദിഅ്ബിന്റെ മുവത്ത ലോകത്ത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇബ്നു അബീ ദിഅ്ബ് റഹ്മത്തുള്ളാഹി അലൈഹി അവര് മോശക്കാരായത് കൊണ്ടല്ല, പക്ഷെ മാലിക് ഇമാമിന്റേത് വിവിഐപികളുടെ സ്ഥാനത്തേക്ക് വരുന്ന നല്ല സ്വാലിഹായ ഖാലിസായ അമലാണ്. അതുകൊണ്ടത് ഉണ്ടായി, നിലനിന്നു. അല്ലാഹുവിന് വേണ്ടിയുള്ള നിലനിൽക്കട്ടെ, അല്ലാത്തതൊക്കെ പോകും. അങ്ങനെയാണ്. അല്ലാഹുവിന് വേണ്ടി ചെയ്യാം. അല്ലാഹു നമ്മുടെ അമലുകൾ ഖബൂലിയത്ത് നൽകട്ടെ, നിയ്യത്തുകൾ അല്ലാഹു നന്നാക്കി തരട്ടെ. ഈ മാലിക് ഇമാമിനോടാണ് അബൂ ജഅഫർ അൽ മൻസൂർ, അബ്ബാസി ഭരണാധികാരി, യാ മാലിക് അലിഫ് ലനാ കിതാബൻ സൗഫ അജ്അലുഹു ഹുജ്ജതൻ ബൈനി വബൈന ഖൽഖി, മാലിക് ഇമാമേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു മുവത്ത ഉണ്ടാക്കി തരണം, ഒരു കിതാബ് ഉണ്ടാക്കണം. ആ കിതാബ് ഞാൻ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും അതിന്റെ കോപ്പികൾ എടുത്ത് കൊടുത്തയക്കും. നിങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് ആളുകൾ ദീനിൽ ജീവിക്കണം. ആ രേഖ നിങ്ങളുടെ മദ്ഹബല്ലാത്തൊരു അഭിപ്രായം അനുസരിച്ച് ആര് ജീവിച്ചാലും അജ്അലുഹു ഹുജ്ജതൻ ലീ വലഹ്, ഞാനും ആ ആളുകളും തമ്മിലുള്ള ഹുജ്ജത്താണിത്, തെളിവാണിത്. ഹുജ്ജതൻ ബൈനി വബൈനൽ ഖൽഖി, അല്ലാഹുവിന്റെ പടപ്പുകൾക്കിടയിലും എനിക്കിടയിലുമുള്ള തെളിവായിട്ട് നിങ്ങളുടെ ഒരു കിതാബ് വേണം, നിങ്ങളുടെ ഒരു ഗ്രന്ഥം വേണം, മദ്ഹബിന്റെ ഒരു ഗ്രന്ഥം നിങ്ങൾ എഴുതി തരണം. അത് ഞാൻ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും കൊടുത്തയക്കും. അവിടുത്തെ അമീർമാരോട് പറയും, നിങ്ങൾ ഒരു കിതാബും സ്വീകരിക്കരുത്, ഒരു ഹദീസും പഠിക്കണ്ട, മാലിക് ഇമാമിന്റെ ഹദീസ് മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ കിതാബ് ഉണ്ടാക്കി തരണം. ആരോടാ ചോദിക്കണത്? മാലിക് ഇമാം. ആരാ പറയണത്? അബൂ ജഅഫർ അൽ മൻസൂർ, ഇന്നത്തെ വലിയ ഖലീഫയാണ്. പ്രധാനമന്ത്രി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതിലപ്പുറമാണ്. ഒരുപാട് രാജ്യങ്ങൾ ഭരിക്കുന്ന ആളുകളാണ് ഇസ്ലാമിന്റെ ഖലീഫമാർ. ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്, ഒരു പ്രധാനമന്ത്രി, അതല്ല, രാജ്യങ്ങളുടെ ഖലീഫയാണ്. എല്ലാവരും എന്താ പറയാ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ, ഓ ഭയങ്കര അംഗീകാരമല്ലേ കിട്ടിയത്, മെഡലാണോ വാങ്ങാൻ പോണത്, എന്നാ ഞാൻ ഉണ്ടാക്കി തരാം, എന്നാ ഇരിക്കും, ഞാൻ അപ്പം അയച്ചിട്ടോ, അടുത്ത ആഴ്ച തരാം, അങ്ങനെയൊക്കെ പറയാ. മാലിക് ഇമാം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ലാ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ അത് വേണ്ട. ഇന്നി വല്ലാഹി ലാ ഉഹിബ്ബു ദാലിക, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. ലിമ, എന്തുകൊണ്ട് വേണ്ട? മാലിക് ഇമാമിന്റെ മറുപടി നോക്കണം. ഫഇന്നൻ നാസ തഫറഖൂ ഫിൽ ബുൽദാൻ, ജനങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഭൂമിയിലെ വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുകയാണ്. വഫിൽ ഖുറാ, ഗ്രാമങ്ങളിലുണ്ട്, നാടൻ പ്രദേശങ്ങളിലുണ്ട്, നഗരങ്ങളിലുണ്ട്.
വറബ്ബമാ ബലഗഹും അൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തുൻ ലം നബ്ലുഗുഹാ. അവിടങ്ങളിലൊക്കെ സ്വഹാബിമാർ കടന്നു ചെന്നല്ലോ, അവിടങ്ങളിലൊക്കെ ആലിമീങ്ങളുണ്ടല്ലോ. ആ ആലിമീങ്ങളും സ്വഹാബിമാരും പഠിപ്പിച്ചതനുസരിച്ചല്ലേ അവരവിടെ ജീവിക്കുന്നത്. ആ വിഷയത്തിൽ നമ്മൾ കൈകടത്തിയാൽ അവർ ചെയ്യുന്ന സുന്നത്ത് ബിദ്അത്താണെന്നോ അത് ശിർക്കാണെന്നോ അത് കുഫറാണെന്നോ നമ്മൾ ആരോപിക്കാൻ ചെന്നാൽ ഒരുപക്ഷേ നമുക്ക് കിട്ടാത്ത സുന്നത്ത് ഹദീസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കൽ വേണ്ട. എന്റെ മദ്ഹബ് സ്വീകരിക്കേണ്ടവർ അത് സ്വീകരിച്ചോട്ടെ. മറ്റു നാടുകളിൽ വിവിധ മദ്ഹബുകളുണ്ടല്ലോ, വിവിധങ്ങളായ സ്വഹാബിമാരുടെ രീതികൾ അവർ പഠിപ്പിച്ചത് കൊടുത്ത് അനുസരിച്ച് അവർ ജീവിക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. അവർക്കൊക്കെ പ്രമാണങ്ങളുണ്ടല്ലോ. അള്ളാന്റെ ദീനിന്റെ അടിസ്ഥാനം ആരിൽ നിന്ന് പഠിക്കണോ അവരിൽ നിന്ന് പഠിച്ചെടുത്തവരല്ലേ ആ നാട്ടുകാർ. അവരുടെ മേൽ എന്റെ ആശയം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല അമീറുൽ മുഅ്മിനീനെ. അവർക്കൊക്കെ കിതാബും സുന്നത്തും അറിയാം, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് കിട്ടിയിട്ടുണ്ടാകും. നമുക്കൊരു പക്ഷേ ആ സുന്നത്ത് അറിഞ്ഞില്ലായിരിക്കും. ഇത്തരം ഒരു വിശാല മനസ്കത നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിൽ അനിവാര്യമാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒച്ചപ്പാടും ബഹളവും ശിർക്കാരോപണവും കുഫറാരോപണവും ബിദ്അത്താരോപണവും, ദീനിൽ എന്തെല്ലാം വിഷയങ്ങൾ വൈരുദ്ധ്യങ്ങളെന്ന് പ്രത്യക്ഷ തോന്നുന്നുണ്ട്. എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു നാട്ടുകാരോട് ഹംബലി മദ്ഹബിന്റെയും ഇബ്നു തൈമിയ്യയുടെയും ആശയങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു നാട്ടിലുള്ളത് പ്രമാണങ്ങൾ അനുസരിച്ച് തലമുറകളായി ദീൻ കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ നന്മകളെ നമ്മുടെ ഒരു ആശയം കൊണ്ട് ചെന്ന് അടിച്ചേൽപ്പിക്കരുത്. ഇമാം മാലിക് തങ്ങളുടെ കാഴ്ചപ്പാടാണ്. അത് വളരെ വിചിത്രവും വളരെ മനോഹരവുമാണ്. ഹൃദയത്തിന്റെ ശുദ്ധിയാണത്. അത് ആലിമീങ്ങൾക്ക് വേണ്ട ഒരു ശുദ്ധിയാണ്. സുബ്ഹാനല്ലാഹ്. لا يا أمير المؤمنين ربما بلغهم عن محمد صلى الله عليه وسلم سنة لم نبلغها فدع الناس وما هم عليه. ജനങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തോട്ടെ, അവിടെ ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ജനങ്ങൾ ചെയ്യുന്ന അമല് ചെയ്യട്ടെ. നമ്മൾ ഒരു നാട്ടിൽ നടക്കുന്ന നന്മകളെ നമ്മൾ ചെന്നിട്ട് ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഹൃദയശുദ്ധി, സരളമായ ഹൃദയത്തിന്റെ തെളിനീർ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒഴുകി വരുന്നത് കാണാൻ കഴിയും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതിലപ്പുറം ഒരു യുദ്ധത്തിലെത്തിയ വിഷയങ്ങളുണ്ട്. യുദ്ധം വരെ നടന്നിട്ടുണ്ടല്ലോ സ്വഹാബിമാർക്കിടയിൽ. അവർ മുജ്തഹിദുകളായ ആളുകൾ. അവരിൽ തെറ്റുപറ്റിയവർക്ക് ഒരു കൂലിയുണ്ട്, അവർക്ക് ശരി ലഭിച്ചവർക്ക് 2 കൂലിയുണ്ട്. സ്വഹാബികൾ ആരെയും തെറ്റുപറ്റി എന്ന് പറയാൻ നമ്മൾ ആരുമല്ല, പറയാൻ പാടുള്ളതുമല്ല. സ്വഹാബിമാർക്കിടയിലുണ്ടായതെല്ലാം അള്ളാഹു അവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ ഹബീബിന്റെ വെളിച്ചം കണ്ടവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആവിയ തങ്ങളാവട്ടെ, അലിയാർ തങ്ങളാവട്ടെ, സുബൈർ തങ്ങളാവട്ടെ, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ തങ്ങളാവട്ടെ, ആരാവട്ടെ, സ്വഹാബിമാർക്കിടയിലുണ്ടായ വിഷയങ്ങളെ അതീവ ഗൗരവത്തിലല്ലാതെ നമുക്ക് സാധാരണ ഒരു വിഷയം പറയുന്ന പോലെ പറയാൻ പാടുള്ളതുപോലുമല്ല. നമ്മൾ ആരും ഒരു സ്വഹാബിയെയും കുറ്റം പറയാൻ പാടില്ല. ഹറാമാണ്. ദീനിന്ന് വരെ പുറത്തു പോകുമോ എന്ന് പേടിക്കേണ്ട വിഷയമാണത്. സ്വഹാബിമാരെ അമനത്തുല്ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ അമനത്താണ്. മുആവിയ തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മുആവിയ തങ്ങളെ കുറിച്ച് മഹാന്മാരായ സ്വഹാബിമാർ പറഞ്ഞതെങ്ങനെയാണ്? മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ തങ്ങൾ ബാബു ഹിസ്നു ഉമ്മത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് നിൽക്കുന്ന കോട്ടയുടെ വാതിലാണ് മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ തങ്ങളും അലി തങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്താ പറയാൻ കാരണം എന്നറിയോ? മുസ്ലിമീങ്ങളുടെ കോട്ടയുടെ കവാടമാണ് മുആവിയ തങ്ങള്. ആ മുആവിയ തങ്ങൾ എന്ന് പറയുന്ന കവാടം മൻ കസറഹ, അതാരെങ്കിലും പൊളിച്ചു കളഞ്ഞാൽ ഫമാ ബഅദഹാ ഐസറുല, അതിന്റെ ബാക്കിലുള്ളത് അയാൾക്ക് അതിലേറെ എളുപ്പമായിരിക്കും. ഒരു സ്വഹാബിയെ കുറ്റം പറഞ്ഞാൽ പിന്നെ അവർ മറ്റു സ്വഹാബിമാരെ കുറ്റം പറയാൻ തുടങ്ങും. മുആവിയ തങ്ങളെ ആരും ഒന്നും പറയല്ലേ, അവര് സ്വഹാബിയാണ്, ഹബീബായ തങ്ങളുടെ സുഹബത്ത് കിട്ടിയ മഹാനല്ലേ. അല്ലാഹുവിന്റെ റസൂലിന് നബി തങ്ങൾ തെരഞ്ഞെടുത്ത ഹബീബിന്റെ അപ്പോസ്തലന്മാർ, അംബിയാഇന് ഹവാരികൾ ഉണ്ടായ പോലെ ഹബീബിന്റെ ഹവാരികളല്ലേ സ്വഹാബിമാരെ. അവരിൽ മുആവിയ തങ്ങളെ തൊടാൻ പാടില്ല. കാരണം
അവിടെ തൊട്ടാൽ അതിന്റെ ബാക്കിയുള്ളത് പിന്നെ സ്വഹാബിമാരാണ്. പിന്നെ ബാക്കിയുള്ളവരെ പറയാൻ അവരുടെ നാവിന് മടി വരില്ല. അത്രയും ഗൗരവത്തിലാണ് സ്വഹാബിമാരുടെ വിഷയത്തെ മഹാന്മാർ സമീപിക്കുന്നത്. യുദ്ധം നടക്കുന്നു അലി തങ്ങൾക്കിടയിൽ, തുൽഹ ഇബ്നു ഉബൈദില്ലാഹി തങ്ങൾക്കിടയിൽ, സുബൈർ റളിയല്ലാഹു അൻഹുവിനിടയിൽ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് നിന്നേറ്റ ആ ഒരു ആഘാതത്തിൽ തുൽഹ ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബി വിഷമിച്ച് കിടക്കുകയാണ്. ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഓടി വന്നു, ഹുബ്ബൂലി തുൽഹ, തുൽഹയെ ഒന്ന് കൊണ്ടുവരുമോ, എനിക്കൊന്ന് കാണിച്ചു തരൂ. ഇബ്ഹസൂലി അൻ തുൽഹ, എവിടെയാണ് തുൽഹ കിടക്കുന്നത്? സ്വഹാബിമാരും തമ്മിൽ നടന്നൊരു യുദ്ധമാണിത്. എന്തോ അവർക്കിടയിലുണ്ടായ അഭിപ്രായ പിശക്, അവർ തമ്മിലുണ്ടായ ഇജ്തിഹാദിൽ വന്ന പിഴവ്, അതിന്റെ പേരിൽ നടന്ന ഒരു യുദ്ധം. അവര് ചെന്നു നോക്കി, തുൽഹ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയുന്നില്ല. മരിച്ചു കിടക്കുന്ന, ഷഹീദായി കിടക്കുന്ന ആളുകളുടെ കൂട്ടത്തിലൊന്നും തുൽഹ തങ്ങളില്ല. അവര് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ വല്ലാഹി മാ വജദ്നാ, അമീറുൽ മുഅ്മിനീനെ കാണാനില്ല. അലി തങ്ങൾ പറഞ്ഞു, എനിക്ക് തുൽഹയെ കാണണം. അലി തങ്ങളും തുൽഹ എന്നവരും രണ്ട് പാർട്ടിയിലാണ്. നോക്കണം, അലിയാര് സ്വർഗത്തിലേക്ക് പോകുന്ന അശ്റത്തുൽ മുബശ്ശറകളിൽപ്പെട്ട മഹാനാണ്. തുൽഹ തങ്ങളും അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട ആളാണ്. സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. തുൽഹ തങ്ങൾ മുബശ്ശറും ബിൽ ജന്ന, അലിയാർ തങ്ങൾ മുബശ്ശറും ബിൽ ജന്ന. രണ്ടും സ്വർഗത്തിന്റെ ആളുകളാണ്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്, രണ്ട് സ്വർഗവാസികൾ കണ്ടുമുട്ടിയപ്പോൾ അവർ തമ്മിലുണ്ടായ തസാഫഹ, ആ മുസാഫഹത്താണ് അവിടെ നടന്നത്. അതിന് നമ്മളാരും കുറ്റം പറയാൻ നമ്മളാരുമല്ല. സ്വഹാബത്തിന്റെ കാലിന്റെ താഴെ കിടന്ന മൺതരിയോളം പിൻഗാമികളായ ആരുമെത്തില്ലെന്നാണ് കണക്ക്. പിന്നല്ലേ സ്വഹാബിമാരെ പറയാൻ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് തുൽഹ തങ്ങളെ കാണണം. നോക്കുമ്പോ തുൽഹ റളിയല്ലാഹു അൻഹു വീണ് കിടക്കുന്നുണ്ട്. മുനാഫിഖായ ഒരു മനുഷ്യൻ, കപടവിശ്വാസിയായ ഒരു മനുഷ്യൻ മഹാനായ തുൽഹ തങ്ങളുടെ നെഞ്ചിലേക്ക് ഒരു കഠാര കൊണ്ട് കുത്തിയിറക്കിയിട്ട് മഹാനെ വധിക്കുകയാണ് ഉണ്ടായത്. അലി തങ്ങൾ വന്ന് നോക്കുമ്പോ ചോരയിൽ കുളിച്ച് കിടക്കുന്നു തുൽഹ തങ്ങള്. തുൽഹ തങ്ങളുടെ മകനുണ്ട്, അലി ഇബ്നു തുൽഹ ഇബ്നു ഉബൈദില്ലാ. ആ മകൻ അവിടെയുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അലി, അലി ഉദ്നു, ഇങ്ങോട്ടടുത്തു വാ. അലി ആരെ വിളിച്ചു? ആരെ? തുൽഹ തങ്ങളുടെ മകൻ അലിയെ. അടുത്തു വാ മോനെ, അടുത്തു വാ. ഫയുദ്നീഹി വയളുമ്മു, ആ മോനെ ചേർത്ത് പിടിച്ച്, നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി ഇന്നി ലഅർജു അൻ അകൂന അന വഅബൂക മിമ്മൻ ഖാല അല്ലാഹു ഫീഹിം വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. മോനെ, ഞാനും നിന്റെ വാപ്പയും അല്ലാഹു പറഞ്ഞ സ്വർഗവാസികളുടെ കൂട്ടത്തിലാവണം. സ്വർഗക്കാരെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ, അവരുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് എല്ലാ ദേഷ്യവും എല്ലാ വൈരാഗ്യവും നമ്മൾ വലിച്ചെടുത്തു. അല്ലാഹു ഇല്ലായ്മ ചെയ്തു. ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ, അവർ കട്ടിലുകളിൽ ഒരുമിച്ചിരുന്ന് അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ സ്നേഹം പങ്കുവെക്കുന്നവരാണ്. അവര് സഹോദരങ്ങളായിരിക്കും. അവരുടെ മനസ്സിൽ വൈരാഗ്യമുണ്ടാകില്ല എന്ന് അല്ലാഹു പറഞ്ഞ പോലെ, മോനെ, ഞാനും നിന്റെ വാപ്പയുടെയും മനസ്സിലൊന്നും ഉണ്ടാവല്ലേ, നിന്റെ വാപ്പയോട് എനിക്ക് വെറുപ്പില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന തുൽഹ തങ്ങളെ നോക്കി പറയുകയാണ്. ഇതാണ് ഹൃദയത്തിന്റെ വിശുദ്ധി. അത്രത്തോളമുണ്ടോ നമ്മുടെ കുടുംബ പ്രശ്നങ്ങള്? ഇത്രത്തോളമുണ്ടോ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായ വൈരാഗ്യങ്ങളും വിഷമതകളും, പരസ്പരം മിണ്ടാതിരിക്കുന്നതും? ഒരു കുഞ്ഞിന്റെ മുടികളയിച്ചലോ, ഒരു കുഞ്ഞിന്റെ കല്യാണത്തിനോ, പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ കല്യാണം നടക്കുമ്പോഴോ, ഒരു വീട് കുടിയിരിക്കൽ നടക്കുമ്പോഴോ, ഒരു സൽക്കാരത്തിനോ, എന്തെങ്കിലും നിസ്സാര വിഷയങ്ങളുടെ പേരിലല്ലേ നമ്മൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? പിണങ്ങാൻ ഒരു കാരണം കണ്ടെത്താൻ നിൽക്കുന്ന പോലെ എത്ര നിക്കാഹിന്റെ മജ്ലിസുകളാണ് രണ്ടാളുടെ വർത്തമാനം ശരിയല്ലാത്തതിന്റെ പേരിൽ നിക്കാഹ് നടത്താൻ ഇരിക്കുന്ന സെക്കൻഡുകൾ ബാക്കി നിൽക്കെ കല്യാണം മുടങ്ങിപ്പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ സൽക്കാരത്തിന് കുഴപ്പമുണ്ടാവാറില്ലേ? നമ്മുടെ വീടുകളിൽ നിസ്സാരം കുടിയിരിക്കൽ നടത്തുമ്പോൾ കൊണ്ടുവന്ന കട്ടിലിന്റെ വലുപ്പം പോരാന്ന് പറഞ്ഞിട്ട്
അത് തേക്കിന്റെ പെയിന്റ് അടിച്ചിട്ടുള്ളൂ, ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ കുഴപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ സമ്പത്തിനോട് കെട്ടിപ്പിടിച്ച് നിന്നാൽ മതിയോ? ഇതാണോ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്? ഇതാണോ നമുക്ക് വേണ്ടത്? അതല്ല, ഹൃദയശുദ്ധിയോടുകൂടെ ഒരു ഈർക്കിളി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയാം, ഒറ്റ കാര്യം പറയട്ടെ. വീട് പണി ഉണ്ടോ കുടിരിക്കല്, ആ വീട്ടിലുള്ള സാധനം ആ പുരക്കാരന്റെ ബാധ്യത. അത് പറ്റുന്നോല് ചെയ്താൽ പോരെ. ഇത് വീട്ടിൽ നിന്ന് മറ്റുള്ളവർ കൊണ്ടുവരാൻ പ്രതീക്ഷിച്ചിരിക്കുക, കൊണ്ടുവന്നത് ശരിയായിട്ടില്ല എന്നുള്ള പരാതി. ഈ കടപ്പരിപാടി നിർത്തണം, ദയവ് ചെയ്തിട്ട് പറയാം. ഒരു കുടിരിക്കലുണ്ട്, ഇവൻ അങ്ങോട്ടൊരു കട്ടിലുണ്ട്, അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവന്റെ ഉണ്ടാകുമോ 2 കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാ. ആരുണ്ടാക്കി നിയമം അത്? ആരാ നിങ്ങളോട് കടം കൊടുക്കാൻ പറഞ്ഞത്? ആരാ കടം ചോദിച്ചത്? പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ കൊടുക്ക്. സന്തോഷപ്പെട്ട് നീ കൊടുക്കുന്നതിന് വിരോധമല്ല, പക്ഷെ അതൊരു മാമൂലാക്കി മാറ്റണ്ട. കൂലിയും കിട്ടൂല, അള്ളാന്റെ അടുത്ത് പോയാൽ ഒന്നും കിട്ടൂല. നിങ്ങൾ കൊടുത്തോ, ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങിച്ചോളൂ. ഇത് കിട്ടാൻ വേണ്ടി പുരണ്ടാക്കിയും കാത്തിരിക്കും വേണ്ട. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പുതിയാപ്പിളിന്റെ വക തറട്ടൊക്കെ, പിന്നെ ചുമരും ഇതൊക്കെ അമോശം ഉണ്ടാക്കണം എന്നാ പെണ്ണിട്ടേണ്ട കാര്യമുണ്ടോ? അത്ര ഉഷാറില്ലെങ്കിൽ അവനവൻ ചെയ്യ, അന്തസ്സിൽ നടക്കുക. എന്തിന് മറ്റുള്ളവരുടെ കാത്തിരിക്കുക? ഒരു സ്പൂണ് പോലും നിങ്ങൾ കൊണ്ടുവരരുത്. നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് അന്തസ്സിൽ ഇവിടെ വന്നു പോയാൽ മതി. അതൊരു റാഹത്തല്ലേ ആ ഒരു വിളിക്കൊക്കെ. മറ്റേ പെട്ടിക്ക് കാത്തിരിക്കുക, ലക്കോട്ടിന് കാത്തിരിക്കുക, അവൻ എത്രയാ തന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കും, ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കല്ലേ. കല്യാണത്തിന് 500 കൊടുത്ത എഴുതൊക്കെ ബുക്കിൽ, പിന്നെ എടി മറക്കല്ലേ കേട്ടോ 500 കൊടുത്തക്കണം എന്റെ കുഞ്ഞാപ്പൂന്റെ മകളെ കല്യാണത്തിന്. നമ്മളെ കുട്ടീന്റെ കല്യാണം വരുന്നോ തരുമോ നോക്കുക, എന്നിട്ട് പണങ്ങാൻ തെറ്റാന്. എന്ത് പിശുക്കന്മാര് റബ്ബേ, എന്ത് പിശുക്ക ഇതൊക്കെ. അള്ളാന്റെ പടപ്പുകൾക്ക് മനസ്സന്തോഷത്തോടുകൂടെ പൊരുത്തത്തോടുകൂടെ കൊടുക്കാൻ പറ്റുമോ? 1 രൂപ അത് കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക, ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുക്കല്ലേ. എന്നിട്ട് കടാക്കി വെക്കുക. ഒരു കുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല മാല വള വാങ്ങിക്കൊടുക്കാൻ വല്ല പത്രാസൊക്കെ ഉണ്ടോ? നിങ്ങൾ വാങ്ങിക്കൊടുത്തോ? ഇല്ലെങ്കിൽ ആ മാമൂല്യം നിൽക്കല്ലേ. എന്തിനായി കൊടുക്കണമെന്നറിയോ? 1 പവട്ടിലെ ഇങ്ങോട്ട് 2 പവനെങ്കിലും മിനിമം കിട്ടുമല്ലോ, അപ്പൊ കിടക്കട്ടെ. ആ ചിന്ത തന്നെ മോശല്ലേ, ആ ചിന്ത തന്നെ മാനക്കേടല്ലേ. മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ജനങ്ങളുടെ കയ്യിലുള്ളത് നീ പ്രതീക്ഷിക്കല്ലേ. നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇരിക്കണത്. കുടിരിക്കൽ ഞാൻ ഒരുപാട് കൊടുത്തുണ്ടല്ലോ കിട്ടാന് പ്രതീക്ഷിച്ച്. തങ്ങൾ പറയാൻ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ബുക്കിൽ എഴുതി കാത്തിരിക്കുക. ഈ മാമൂലുകൾ നിർത്തിവെക്കുക. അവനവനെ കൊണ്ട് കഴിയുന്നത് ചെയ്താൽ മതി. ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കണ്ട, കൊടുത്തതിന്റെ കണക്ക് വെക്കാനും പാടില്ല. അതാണ് ഇസ്ലാം. നിങ്ങളായിട്ട് വല്ല മാമൂല് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ദീൻ പറഞ്ഞു തരികയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ എന്ത് റാഹത്തുണ്ട്, ആർക്കെന്ത് വൈരാഗ്യമോ, എന്ത് പ്രയാസം, എന്ത് വരും, എന്ത് റാഹത്താണ്. നിങ്ങൾക്കൊരു കുട്ടിക്ക് പൊന്നു കൊടുക്കാൻ പറ്റുമോ? കൊടുക്കില്ലേ, കൊടുക്കണ്ട. സന്തോഷം, എനിക്ക് കഴിയില്ല. എന്തിന് കടം കള്ളിയും വാങ്ങി ചെയ്യണം? എന്നിട്ട് അത് പ്രതീക്ഷിക്കുക തിരിച്ചിങ്ങോട്ട് കിട്ടണം. ചെയ്യല്ലേ. ഈ മാമൂലുകളാണ് നമ്മളെ നശിപ്പിച്ചത്. ഈ മാമൂല് കൊണ്ടാണ് ആളുകൾ കടക്കണിയിൽ ചെന്ന് പെട്ടുപോയത്. ഒരാളും ഒരാളിന്റെ പൈസയിലേക്ക് നോക്കല്ലേ. അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് അള്ളാഹുവേ നീ തരണേ. നമ്മുടെ റബ്ബ് അള്ളാഹുവാൻ, അള്ളാഹു മുതലാളിയാണ്. പടച്ചവനോട് ചോദിക്കുക. ജനങ്ങളുടെ കീശയിലേക്ക് നോക്കല്ലേ. കുടിരിക്കലുണ്ടോ? നീയായിട്ട് വാങ്ങിച്ചു വെച്ചോ. നാട്ടുകാര് കട്ടിലും സോഫയും കൊണ്ടുവന്നിരണമെന്ന് വിചാരിച്ചിരിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ കുടിരിക്കൽ നടത്തണ്ട, നീയും കുട്ടികളും കയറുന്ന പോരെ. എന്തിനേയും അപമാനം സഹിക്കണം എന്ന് കാണുന്നു. പിന്നെ നമ്മൾ കൊടുത്ത കട്ടില്ലാതിട്ടോ. അമ്മായി വരുമ്പോ അമ്മായിന്റെ വക ഡയലോഗ്. അപ്പൊ കുട്ടി പറയും, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ഡൈനിങ് ടേബിളാ. എന്തിനീ മാനക്കേട് സഹിക്കണം? നമുക്കൊരു അഭിമാനം പറഞ്ഞ സംഗതി ഇല്ലേ? മാമൂലുകൾ നമ്മളെ കൊന്നുകളയാണ്. ഇതിനൊരു മോചനം വേണം. അരീക്കോട്ടുന്ന തുടങ്ങിക്കോളി. എന്നാ പിന്നെ നല്ല തുടക്കം ഈ നാട്ടിലായി എന്നുള്ളൊരു സൽപ്പേരും ഇത് ജനങ്ങൾ കണ്ടുപഠിക്കട്ടെ. നമുക്കത് വേണ്ട. ഫ്രീ ആയിട്ട് അള്ളാഹു കൂലി തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ കൊടുക്കാൻ താല്പര്യമുള്ളതൊക്കെ കൊടുത്തോ. കൊടുക്കുമ്പോ ഒരിക്കലും ചിന്തിക്കരുത് ഇതെനിക്ക് തിരിച്ചു കിട്ടണമെന്ന്. അത് കടായിട്ട് കൊടുക്കരുത്. അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോ. അല്ലെങ്കിൽ ഇതുവരെ കൊടുത്തതൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്തേക്ക്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാർക്കിടയിലുള്ള ഈ വിഷയത്തിൽ, ഇത്രയും യുദ്ധത്തോളം എത്തിയ വിഷയത്തിലാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, യാ അബാ മുഹമ്മദ് യഇസ്സു അലയ്യ അൻ അറാക മുജന്ദലൻ ഫി തുറാബ്.
ത്വൽഹ, നിങ്ങളെ ഈ രീതിയിൽ മണ്ണിൽ പുരണ്ട് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. ത്വൽഹ, ഞാനും നീയും തമ്മിൽ ഇത് പൊരുത്തപ്പെടിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ നിങ്ങൾ മരിച്ചു കിടക്കുകയാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ ത്വൽഹ, ഒരിക്കലും എന്നോട് വെറുപ്പ് തോന്നല്ലേ, ഒരിക്കലും എന്നോട് മനസ്സിൽ വെറുപ്പുണ്ടാവില്ലേ എന്ന് ആ ത്വൽഹ തങ്ങൾ ഷഹീദായ ആ പരിശുദ്ധ ശരീരത്തിന് മുമ്പിൽ വെച്ചിട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മകൻ അലി ഇബ്നു ത്വൽഹ തങ്ങളോട് അവിടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് പൊരുത്തപ്പെടല്. അല്ലാഹുവിന് വേണ്ടി തീർക്ക്. നിസ്സാര വിഷയങ്ങൾ പറഞ്ഞ് പിണങ്ങാൻ നിൽക്കല്ലേ. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ വളണ്ടിയേഴ്സ് വരുന്നുണ്ട്, ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു നല്ല സ്വതക്ക നമ്മുടെ ഈ പരിപാടി നടത്തുന്നത് SKSFന്റെ വിഖായ എന്ന് പറഞ്ഞാൽ സേവനമാണ്. ഇങ്ങനത്തെ ഒരു സേവന വിങ് കേരളീയ ജനതക്ക് അഭിമാനമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കോഴിക്കോട് അരയിടത്ത് പാലൊക്കെ ഒന്ന് പോയാൽ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു, നമ്മുടെ വിക്കായ കുട്ടികൾ ക്ലീനാക്കി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ക്ലീൻ ആവുന്ന ഒരു തോടായിരുന്നു അത്. ഞാൻ വിചാരിച്ചിട്ടില്ല. അതൊക്കെ നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നിങ്ങൾ പോയി നോക്കുക, ബേബി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കൂടെ പോയി നോക്കുമ്പോൾ എന്ത് റാഹത്ത്. ആയിരക്കണക്കിന് വിഖായയുടെ 5 കാശ് വാങ്ങാതെ നമ്മുടെ SKSFന്റെ കുട്ടികളാണ് ആ ചീഞ്ഞു നാറുന്ന കനാലിൽ നിന്ന് സർവ്വ വിസർജ്യങ്ങളും എടുത്തുമാറ്റി കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആ ഒരു അരുവിയെ ശുദ്ധീകരിച്ചെടുത്തത്. അല്ലേ? പ്രളയം നമ്മുടെ നാടുകളിലൊക്കെ മഴക്കെടുതി ഉണ്ടായപ്പോ വയനാടും ഇടുക്കിയിലും കോട്ടയത്തും സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് നമ്മുടെ വിഖായയുടെ മക്കളാണ്. അല്ലാഹു തആല അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഖബൂലിയത്ത് നൽകട്ടെ. അവരിൽ പഠിക്കുന്ന മക്കളുണ്ട്, അവർക്ക് അല്ലാഹു നല്ല വിജയം കൊടുക്കട്ടെ. ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് ജോലിയിൽ ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. അവരൊരു നാട്ടിലുണ്ടെങ്കിൽ അവർ നന്മയുടെ പക്ഷത്താണ്. ഒരു രോഗിയെ, ഒരു പ്രയാസമുള്ള ആളെ, ഒരു കെട്ടിക്കാൻ കുടുങ്ങിയിരിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കാൻ അവർ ഓടിയെത്തും. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഓരോന്നും നമ്മുടെ നാടുകളിലെ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് എത്താനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് സഹായിക്കണേ എന്ന് ഞാനൊന്ന് ആഞ്ഞു പറയാൻ. നിങ്ങളത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ചെയ്യും എന്ന പ്രതീക്ഷയിൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. നമ്മുടെ കുട്ടികളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു തആല വളരെ ഖബൂലിയത്തുള്ള ഇഖ്ലാസുള്ള അമലുകളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹൃദയശുദ്ധിയാണ്, മനസ്സുകളിൽ നിന്നൊഴുകുന്ന തെളിനീർ എന്നതാണ് നമ്മുടെ വിഷയം. ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കണം. പരിപാടി പ്രഭാഷണം തുടങ്ങിയിട്ട് 1 മണിക്കൂറും 8 മിനിറ്റുമായി. അല്ല, 13 മിനിറ്റായി. 1 മണിക്കൂറും 13 മിനിറ്റും. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? ആ പേഴ്സൊക്കെ ഒന്ന് എടുക്കാനും നല്ലതാ. കുട്ടികൾ ബക്കറ്റേരി വരുമ്പോഴേ ആ ഇരുന്ന് മടീൻ്റെ ഉള്ളിൽ ഭയങ്കര മടിയന്മാരുണ്ടാവും. മടി എന്നാണ് ഒടുക്കത്തെ മടിയുള്ള ആൾക്കാർ. സുഡാനികളെ പറ്റിയാണ് പറയാറുള്ളത്, ഒടുക്കത്തെ മടിയന്മാർ. ഭാര്യയും ഭർത്താവും ഉള്ളൊരു വീട്ട്, മക്കളൊക്കെ ഉള്ളൊരു വീട്ടിലെ കഥ പറയാറുണ്ട്. അല്ലാഹു അഅലമു ബിസിഹ്ഹതിഹി. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ലേ. ഭാര്യ ഷോപ്പിംഗ് കഴിഞ്ഞ് വരികയാണെന്ന് പറഞ്ഞു. വാതിലൊക്കെ ബെല്ലടിച്ചു. അപ്പൊ മൂത്ത മകൻ ഐപാഡുമ്മ കളിക്കുക. വാപ്പ പറഞ്ഞു, മോനെ വാതിൽ തുറന്നെടുക്കൂ ഉമ്മാക്ക്. ഞാൻ ഇപ്പോ അനുജനോട് പറഞ്ഞു, അനുജ നീ പോയിട്ട് തുറന്നെടുക്കും ഉമ്മാക്ക്. ഓനും പോണില്ല. ചെറിയ കുട്ടി വലിയ കളിയില്ല, ഓനും പോണില്ല. അപ്പൊ വാപ്പ ആണ് പിന്നെ എഴുന്നേൽക്കേണ്ട ആള്. വാപ്പി എണീക്കണില്ല. വാപ്പ കട്ടിൽമ കിടന്നിട്ട്, അല്ല സോഫി കിടന്നിട്ട് വിളിച്ചു പറഞ്ഞു എന്നാ ഡോർമക്ക്, പിന്നെ ഞാൻ എന്നെ തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്, പോയിക്കോ. വാതിൽ തുറക്കാൻ മടിച്ചിട്ട്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, പൊന്നാര മനുഷ്യ, നിങ്ങൾ തൊലാക്കലുണ്ട വല്ല കാര്യം? എന്റെ പോക്കറ്റിൽ ഉണ്ടല്ലോ ബാഗിൽ, ഞാനെടുത്ത് തുറക്കുമല്ലോ, നിങ്ങൾ തൊലാക്കൊക്കെ എന്തിനാ ചൊല്ലിയത്? അവൾക്ക് തുറന്നാൽ മതി അത്. അപ്പൊ ഇമ്മാര് മടിയന്മാരുണ്ടാവും, പോക്കറ്റിൽ ഉണ്ടായിട്ട് എടുത്തു കൊടുക്കാൻ പറ്റാതെ. അങ്ങനെ ആയി പോണ്ട. അപ്പൊ ഈ എണീറ്റ് നിന്ന സ്ഥിതിക്ക് ഒന്ന് എടുത്തോളി. അൽഹംദുലില്ലാഹ്, അള്ളാഹു നല്ല കാര്യങ്ങളിലേക്ക് സഹകരിക്കാൻ അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു സഹായിക്കാനൊരു തൗഫീഖും കൂടെ തരണം. അള്ളാഹിനോട് ചോദിച്ചോളൂ, അള്ളാഹു നൽകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കൂഫയിലെ പള്ളിയിൽ ഇരിക്കുമ്പോൾ അഹ്മദ് തങ്ങൾക്ക് ജയിലിൽ കിടന്ന കാലം മഹാനവറുകൾ ജയിലിൽ പോയിട്ടുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ഒരു ചർച്ചയിൽ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വാദിച്ച രാജാവിനെതിരായിട്ട് ഖുർആൻ സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ മഖ്ലൂഖല്ലാത്ത റബ്ബിന്റെ സിഫത്താണ് കലാം, അതാണ് ഖുർആൻ എന്ന അഹ്ലുസുന്നയുടെ ആശയം വാദിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരികയും ഓരോ ദിവസവും 28 ചാട്ടവാറുണ്ട് അടികൊണ്ട മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഓരോ ദിവസം 28. ഈ 28 അടി എങ്ങനെയാണെന്നറിയോ? ഒരാൾ 5 അടി അടിക്കുക, അവന്റെ കൈ കുഴങ്ങും, അടുത്ത ആളെ കൊണ്ട് 5, അങ്ങനെ പൂർത്തിയാക്കുക. ശരീരത്തിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. മുഅ്തസിം എന്ന് പറയുന്ന ഭരണാധികാരിയാണ് അതിനുത്തരവിട്ടത്. മഹാനായ അഹ്മദ് എന്നവര് പറയും രാജാവിനോട്, രാജാവേ, അള്ളാന്റെ കലാം ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹു സൃഷ്ടിക്കപ്പെടാത്തവൻ എന്ന പോലെ അള്ളാഹു മഖ്ലൂഖല്ലല്ലോ, അള്ളാന്റെ സിഫത്തുകളും അള്ളാഹുവിന്റെ സിഫത്തുകളും മഖ്ലൂഖല്ല. ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് പിന്നീട് വാദിക്കപ്പെടാൻ കഴിയും. അല്ലാഹുവിന്റെ കലാം ഒരിക്കലും മാറ്റത്തിരുത്തുരകൾക്ക് വിധേയമാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഖുർആനിന്റെ സേവനത്തിന് 40 കൊല്ലത്തോളം ചാട്ടവാറുകൊണ്ട് അടിവാങ്ങിച്ച് ശരീരമാസകലം മുറിവുകളായി മഹാനവറുകൾ ചുരുണ്ട് കിടക്കാറാണ് പതിവ്. ഇരിക്കാൻ കഴിയില്ലായിരുന്നു, ശരീരത്തിൽ മുഴുവനും അടികൊണ്ടതിന്റെ പേരിൽ. അങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ് അഹ്മദ് റളിയല്ലാഹു അൻഹു. ചുരുണ്ട് മടങ്ങി കിടക്കുകയാണ്. ആരാണെന്നറിയുമോ? 50,000 കിലോമീറ്റർ ഹദീസ് പഠിക്കാൻ വേണ്ടി കാലുകൊണ്ട് യാത്ര ചെയ്ത മഹാനാണ് ഈ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, ഇറാഖുകാരനായ മഹാൻ. 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. ഇവിടുന്ന് സൗദി അറേബ്യക്ക് എത്ര കിലോമീറ്റർ? 3000-4000 കിലോ ഉണ്ടാവുള്ളൂ. ഒരു 5000 അല്ലേ? 5000ന്റെ താഴെ 5000 സംതിങ് ഉണ്ടാവും. കസീമിലൊക്കെ ആണെങ്കിൽ അതൊക്കെ സുബ്ഹാനല്ലാഹ്. UAEക്ക് 2600 ഉള്ളൂ. ഇവിടെ ദുബൈ അബുദാബിക്കൊക്കെ 2700. 50,000 കിലോമീറ്റർ യാത്ര ചെയ്തു അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. 50,000 ഹദീസ് ശേഖരിക്കാൻ. അങ്ങനെ 40,000 ഹദീസുകളുടെ സമാഹരണമാണ് അൽ മുസ്നദ് എന്ന് പറഞ്ഞ ആ കിതാബ് രചിച്ചു വെച്ച മഹാൻ. 40 കൊല്ലം ജയിലിലാ, അടികൊണ്ടു. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, രാജാവ് പറയണത് തന്നെ ശരി എന്ന് പറഞ്ഞാൽ അപ്പൊ പുറത്തിറങ്ങാം. യാ അമീറൽ മുഅ്മിനീൻ ആയത്തുൻ ഔ സുന്നത്തുൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് എനിക്കൊരു ആയത്തോ ഒരു ഹദീസോ പറഞ്ഞു തരൂ. നിങ്ങൾ എന്തിനാണ് എന്നെ അടിക്കുന്നത്? എൻ്റെ ആശയം തെറ്റാണെന്ന് തിരുത്താൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദലീലുണ്ടോ എന്ന് ചോദിച്ചു. അടികൊണ്ടു 40 കൊല്ലം. ആ അടിയുടെ പ്രഹരങ്ങൾ കാരണം ശരീരമാസകലം മുറിവായി കിടന്നിട്ട് മഹാനവറുകൾക്ക് ഇരിക്കാൻ കഴിയില്ലായിരുന്നു. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ ചുരുണ്ട് മടങ്ങി ചെരിഞ്ഞു കിടക്കും. ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒരാൾ ഇഴഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞു, യാ അബാ അബ്ദില്ലാഹ് അസ്സലാമു അലൈക, അസ്സലാമു അലൈക യാ അബാ അബ്ദില്ലാഹ്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, നിങ്ങൾക്ക് സലാം എന്ന് സലാം പറഞ്ഞപ്പോ അഹ്മദ് എന്നവരെ തലയുയർത്തി വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാം മടക്കി. അബാ അബ്ദില്ലാഹ് ഇസ്തഗ്ഫിർലി, അഹ്മദ് എന്നവരെ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ ഈ പാവമായ എനിക്ക് വേണ്ടി. അഹ്മദ് തങ്ങൾ ചോദിച്ചു, അഖീ മിമ്മദാക, നിങ്ങൾക്ക് എന്ത് തെറ്റാണ് സംഭവിച്ചത്? ഞാൻ എന്തിനാണ് പൊറുക്കലിനെ ചോദിക്കേണ്ടത്? അയാൾ പറയാണ്, അഹ്മദ് ഇബ്നു ഹംബലേ, ചാട്ടവാറുകൊണ്ട് ആഞ്ഞു വീശി നിങ്ങളോട് അടിക്കണം എന്ന് പറഞ്ഞ് രാജാവ് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ ദേഹത്ത് ആഴത്തിലുള്ള മുറിവുണ്ടാവാൻ കാരണം എൻ്റെ കൈകളെ കൊണ്ട് ഞാൻ അമീറിന്റെ പോലീസായി ജോലി ചെയ്ത കാലത്ത് ഞാൻ അടിച്ച പ്രഹരങ്ങളുണ്ട്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിന്റെ അമീറുൽ മുഅ്മിനീന അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, നിങ്ങൾ അടിച്ച കൈകളാണ് എന്റേത്. ഈ കൈകളെ കൊണ്ട് ഞാൻ നിങ്ങൾ അടിച്ചിട്ടുണ്ട്. രാജാവ് അടിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ജയിലിൽ ജോലി ചെയ്ത ആളാണ്.
നിങ്ങൾ അടിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ അഭിപ്രായമല്ല, രാജാവ് പറഞ്ഞതിന്റെ പേരിൽ എന്നോട് മാപ്പ് നൽകണേ, എന്നോട് പൊറുക്കണേ, എന്നോട് പൊറുക്കണേ. ആനായ അഹ്മദ് റളിയല്ലാഹു അൻഹു ഒന്നും പറയാതെ അവിടെ അങ്ങനെ നിന്നു, മൗനിയായിട്ട് നിന്നു, ഒന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് യാ അഖീ അഹ്ദിസ് ലില്ലാഹി തൗബതൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിക്കോ മോനെ, തൗബ ചെയ്തോ, തൗബ ചെയ്തേക്കിൻ, തൗബ ചെയ്യും. പറഞ്ഞു അബാ അബ്ദില്ലാ, ഞാൻ തൗബ ചെയ്യാനാ വന്നത്. മുസ്തഗ്ഫിറൻ റബ്ബി വജിഅതുക അസ്തസ്മിഹുക ലിഹഖിൽ മഖ്ലൂഖി അലയ്യ, നിങ്ങളോട് ഞാൻ ചെയ്ത അപരാധമല്ലേ, അത് നിങ്ങൾ പുറത്തു തരണ്ടേ, നിങ്ങളോട് മാപ്പിരക്കാൻ ഞാൻ വന്നതാണ് എന്ന് മഹാനായ അഹ്മദ് തങ്ങളോട് അയാൾ പറയുന്നു. അഹ്മദ് തങ്ങളുടെ മകൻ അബ്ദുള്ളയുണ്ട്, അവരുടെ മകൻ സ്വാലിഹ് എന്നവരുണ്ട്. സ്വാലിഹ് എന്നവർ പറയാണ്, ഫറഅയ്തു അബീ ഖദ് വളഅ റഅസഹു ബൈന ഫഖദൈ, രണ്ട് കാലിന്റെ ഇടയിലേക്ക് തലങ്ങ് വെച്ചിട്ട് ഒരുപാട് നേരം ആ ഇരുത്തത്തിൽ നിന്ന് കരഞ്ഞു. എന്നിട്ട് തല ഉയർത്തി നോക്കുമ്പോൾ വഇദാ ലിഹിയതുഹു തഖ്ളിബു ദംആ, താടിരോമത്തിലൂടെ മുഖത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുന്നുണ്ട്. കരയുകയായിരുന്നു അഹ്മദ് എന്നവര്. എങ്ങനെ തടിയാണ് അവരൊക്കെ അഹ്മദ് എന്നവരെ അടിച്ചത്. ആ പ്രഹരങ്ങൾ താങ്ങാൻ കഴിയാതെ ബോധം കെട്ട് വീഴാറുണ്ട് അഹ്മദ് എന്നവര്. വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും അടിക്കും. ആരെയാണ് ഈ അടിക്കുന്നത്? ആയിരക്കണക്കിന് ഹദീസുകൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ഒരു പണ്ഡിതനെയാണ് അവരെ അടിച്ചത്. അഹ്മദ് എന്നവര് തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് കണ്ണുയർത്തിയിട്ട് പറഞ്ഞു, ഖും ഖദ് ഗഫർതു ലക, എഴുന്നേറ്റോളൂ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. ഇന്നി ലാ ഉഹിബ്ബു അൻ യുഅ്ദാ മുസ്ലിമുൻ ബിസബബി, ഞാൻ കാരണം ഒരു മുസ്ലിമും അല്ലാഹുവിന്റെ കോടതിയിൽ ബുദ്ധിമുട്ടാവരുത്. ഇന്നി ജഅൽതു കുല്ല മൻ ആദാനി ഫീ ഹില്ലിൻ ഇല്ലാ അഹ്ലൽ ബിദ്അഇ, ബിദ്അത്തുകാർക്കൊഴികെ മറ്റെല്ലാം ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു. ഞാൻ എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുത്തു, ബിദ്അത്തിന്റെ ആളുകൾക്കൊഴികെ. ഞാൻ ഒരാളുടെ പേരിലും എന്റെ കാരണത്താൽ ഒരാളും നാളെ അള്ളാന്റെ കോടതിയിൽ പിടിക്കപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ എന്നെ അടിച്ചവനാണ്, ഞാൻ നിനക്ക് മാപ്പ് തന്നു എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. നമ്മളെന്താ പറയണത്? പരലോകത്ത് വെച്ച് കാണിച്ചു കൊടുക്കാൻ, അങ്ങനെയല്ലേ പറയാ? അത് പറയാൻ നമുക്ക് അവകാശമുണ്ട്. അത് അദിലാണ്. ഇഹ്സാൻ ചെയ്യണം എന്നാണ്. ഇഹ്സാൻ ചെയ്യണം. الذين يستمعون القول فيتبعون احسنه, ഖുർആനിൽ ഹസനും അഹ്സനേ ഉള്ളൂ. ഖുർആൻ മുഴുവൻ ഹസനാണ് അല്ലെങ്കിൽ അഹ്സനാണ്. ഖുർആനിൽ നീതിയെ കുറിച്ച് പറയുന്നത് ഹസനാണ്. ഖുർആൻ നീതിക്കപ്പുറം ജനങ്ങൾക്ക് നന്മ ചെയ്യണം, അത് ശത്രുവിനോടും, അത് അഹ്സനാണ്. നമുക്ക് നീതി ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? നമ്മൾ 100 രൂപ 1000 രൂപ കടം കൊടുത്തിട്ടുണ്ട്, നീതിയാണ് ആ കടം തിരിച്ചു വയ്ക്കുന്നത്, അത് നീതിയാണ്. പക്ഷെ നമ്മൾ ഇഹ്സാൻ ചെയ്യാ. എങ്ങനെ? അത് നീ വെച്ചോ, നീ പ്രയാസല്ലേ, എനിക്ക് വേണ്ട, നിനക്ക് ഞാൻ അത് പൊരുത്തപ്പെട്ടു തന്നു. ഇത് പറയുന്നത് ഇഹ്സാനാണ്. ഇഹ്സാനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ചെയ്യാം, അതിൽ നമ്മുടെ അവകാശമാണ്. നീതി കൊടുത്ത് തിരിച്ചു വാങ്ങിക്കുക, അത് നീതിയാണ്. നീതി ചെയ്യാം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അതിലൊക്കെ കൊടുക്കട്ടെ. ഇഹ്സാൻ ചെയ്യുന്ന അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മാപ്പ് ചെയ്തു കൊടുക്കുക. നാളെ പരലോകത്ത് കാണിച്ചു തരാം എന്ന് പറയല്ലേ, അങ്ങനെ പറയാം, അത് നീതിയാണ്. ഇഹ്സാൻ ചെയ്യാം. എന്തിന് നാളെ ഇതൊക്കെ പറഞ്ഞ് അരീക്കോട് പഞ്ചായത്തിൽ ജീവിച്ച കാലത്ത്, അരീക്കോട് പഞ്ചായത്തിനല്ലേ, കോർപ്പറേഷനായോ അല്ലല്ലോ, ജീവിച്ചിരിക്കുന്ന കാലത്ത് വെറുതെ ഒരു വഴിപ്രശ്നം പറഞ്ഞുണ്ടായ കച്ചറയല്ലേ ഇതൊക്കെ മാഷറേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ അവിടൊക്കെ എന്തെല്ലാം വലിയ വലിയ വിഷയങ്ങൾ വരുന്ന സ്ഥലമാണ്. ഞാനത് മാപ്പ് ചെയ്ത് കൊടുത്തു, ഓട്ടെ, സാരല്ല. 2 സെന്റല്ല, 1/2 സെന്റോ 1 സെന്റോ എൻ്റെ കയ്യിൽ നിന്ന് പോയാലും ഒരാളിൻ്റെ ഒരു വിരലിൻ്റെ അത്ര പോലും എൻ്റെ ഭൂമിയിലേക്ക് വരണ്ട. ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. ബാക്കിയുള്ളവൻ്റെ വരാനല്ല നോക്കേണ്ടത്. ആ ഒരു ചിന്തയുണ്ടെങ്കിൽ മനസ്സിനെന്ത് സന്തോഷമുണ്ടാവും. ഈ ഭൂമി കെട്ടിപ്പിടിച്ചിട്ട് എന്ത് സന്തോഷമുള്ളത്. സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാര് രാവും പകലില്ലാണ്ട് എന്തോ സ്വഭാവം കാണിക്കുകയാണ് പടച്ചോനെ. എന്നിട്ട് വല്ല സമാധാനമുണ്ടോ? കിട്ടൂലല്ലോ. ജനങ്ങളോട് വൈരാഗ്യവും സ്നേഹക്കുറവും വിദ്വേഷവും അസൂയയും
അള്ളാഹു നമ്മുടെ ഖൽബുകളൊക്കെ നന്നാക്കി തരട്ടെ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെരുപ്പ് പോയൊരു കഥയുണ്ട്. ഇമാം നവവി തങ്ങളുടെ പെരുന്നാക്കൊക്കെ പുതിയ ചെരുപ്പിട്ട് ആരും പോകലല്ലോ പള്ളിക്ക്. പെരുന്നാക്ക് പോകും പഴയ ചെരുപ്പിട്ടിട്ടാ പോവുക. പുതിയ കുപ്പായായിരിക്കും, പഴയ ചെരുപ്പിട്ടിട്ടാ പോവുക. ആരെയും കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് പെരുന്നാക്ക് തന്നെ ചെരുപ്പ് വെക്കാനായിട്ട് വരുന്നവരുണ്ട്. ഒരൊറ്റ നിസ്കാരത്തിനുള്ളിൽ വരലുണ്ടാവില്ല. പെരുന്നാക്ക് വന്നാൽ കുറച്ച് നല്ല ചെരുപ്പിട്ടെന്ന് വിചാരിച്ചിട്ട് യാ അള്ളാഹ്. വേറെ ഏതേ നാട്ടിൽ നിന്ന് വരുന്നാവും. അരീക്കുട്ടേർ ഇവിടുന്ന് കക്കൂലല്ലോ, ഉറപ്പല്ലേ, കണ്ടാൽ പിടിക്കൂലേ. വേറെ ഏത് നാട്ടിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. അള്ളാഹു ആലം. നിസ്കരിക്കാൻ വരാത്തൊരു കക്കണതാണോ, അള്ളാഹു ആലം. എന്നാലും വലിയ മോശമാണ്. ആ റമളാനൊക്കെ കഴിഞ്ഞൊരു സാധുവൊക്കെ നിസ്കാരം തുടങ്ങിയ പള്ളിക്ക് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴൊക്കെ അറിയാം ചെരുപ്പ് പോകണത്. പിന്നെ അതിനാലും അവൻ്റെ നിസ്കാരം നിർത്തും ചെയ്യും. നബി പള്ളിയിലേക്ക് വന്നു. അന്നൊരു നല്ല ചെരുപ്പ് വാങ്ങി വന്നതാ. അതൊരാൾ എടുത്ത് ഇട്ട് പോകുന്നത് ഇമാം നബി തങ്ങൾ കാണുകയാണ്. അപ്പൊ അന്നൊക്കെ ഒരു ഹിബത്ത് കൊടുത്താൽ, ഒരു ദാനം കൊടുത്താൽ ഖബിൽതു, ഞാനത് സ്വീകരിച്ചു എന്ന് പറയുമ്പോഴേ അത് സ്വീകാര്യയാകുമുള്ളൂ എന്ന് സൂക്ഷ്മതയിൽ ചിന്തിക്കുന്ന കാലമാണ്. നബി തങ്ങളുടെ ചെരുപ്പ് പോകുന്ന പോക്കില് നബി തങ്ങൾ പിന്നാലെ, കള്ളന്റെ പിന്നാലെ ഓടി. എന്റെ പൊന്ന സഹോദരൻ അവിടെ നിക്ക്, അവിടെ നിക്ക്. കള്ളം പിന്നെ നിൽക്കോ, ഓടില്ലേ, ചെരുപ്പിട്ട് ഓടാൻ. പിന്നാലെ നബി തങ്ങളും പിന്നാലെ ഓടി. വളരെ ചെറുപ്പകാലത്ത് വഫാത്തായ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് കിതാബുകൾ എഴുതിയത്. വഫാത്തിന്റെ കാലം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 40 വയസ്സായിരുന്നോ, 38ആയിരുന്നോ, 42 വയസ്സിലാണോ, 48ലാണോ വഫാത്ത്, അങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് 50ൽ താഴെയാണ്. എന്തായിരുന്നാലും അവിടെ നിൽക്ക് സഹോദര. അപ്പൊ കള്ള ഓടാണ്. കള്ളനോട് പറയണത് എന്താണെന്നറിയോ? ഞാൻ നിനക്ക് വഹബുതുക, ഞാൻ ഈ ചെരുപ്പ് നിനക്ക് ദാനമായി തന്നിട്ടുണ്ട്, ദാനമായി തന്നിട്ടുണ്ട്. ഖുൽ ഖദ് ഖബിൽതു, ഞാനത് സ്വീകരിച്ചു എന്ന് മാത്രം പറയ് സഹോദര, ഞാനത് സ്വീകരിച്ചു എന്ന് പറയ്. ഇത് പറഞ്ഞിട്ടാ പിന്നാലോ കടലുണ്ട് മസല തിരിയാണ്. കള്ളം ഓടുകയാണ്. അങ്ങനെ ഓൻ ഖബിൽതു എന്നൊന്നും പറഞ്ഞില്ല, പോയി. നബിമാമിന് ഭയങ്കര സങ്കടായി. ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, വല്ലാത്ത സങ്കടായല്ലേ? അസ്ഹാബിനോട് പറയാം, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വദിച്ചു അന്നഹു ഖദ് ഖാല ഖദ് ഖബിൽതു, നിങ്ങൾ എനിക്ക് തന്നില്ലേ, ഞാനത് സ്വീകരിച്ചു എന്ന് അവൻ പറയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവനത് പറയാതെ ഓടിക്കളഞ്ഞു. ഉഷ്ഹിദുക്കും, നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തി പറയുന്നു, ഇന്നി ഖദ വഹബ്തുഹാ ലഹു, ആ 2 ചെരുപ്പ് ഞാൻ അവന് ദാനമായി കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞ വാക്ക് നോക്കണേ, യാ അല്ലാഹ്, വല്ലാഹി ഇന്നി ലാ യസുറുനി അൻ അഖിഫ അന വഅഖീ ബൈന യദൈ റബ്ബി ലിഅജലി നിആലിൻ. 2 ചെരുപ്പിന്റെ കഥ പറഞ്ഞ് നാളെ മഹ്ശറായിൽ ഞാനും എൻ്റെ ഒരു സഹോദരനും അള്ളാന്റെ മുമ്പിൽ വന്ന് പരാതി പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒരു ചെരുപ്പിന്റെ വിഷയത്തിൽ അവനും ഞാനും അള്ളാന്റെ കോടതിയിൽ കേസ് തീർക്കാൻ വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവന് മാപ്പ് ചെയ്തു കൊടുത്തു, ഞാൻ അവന് ദാനം ചെയ്തു എന്ന് ഇമാമുനാ നബവി റളിയല്ലാഹു അൻഹു. എത്രത്തോളം നമുക്ക് കഴിയുമെന്ന് അറിയില്ല. പണ്ടൊരാള് മഴക്കാലത്ത് കൊടയിട്ട് വന്ന് കൊട തൂക്കിയിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴെ കൊട കക്കാൻ വന്ന ആള് കൊട എടുത്തത് എന്നാണ്. കൊട എടുത്ത പാടെ ഇയാൾ കയ്യച്ചിട്ട് പറഞ്ഞു, പിന്നെ നിസ്കാരം കയ്യട്ടാൻ ഇനി പിന്നെയും കയ്യട്ടാൻ പറ്റും, ഈ കൊട നോക്കി നിറച്ചുന്ന. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഈ മൊബൈലൊക്കെ ഉണ്ടല്ലോ, നിസ്കാരപ്പായി കിട്ടുന്ന ചെറുപ്പക്കാരോട് പറയാം, വലിയ ധൈര്യത്തിലുണ്ട് മൊബൈലൊക്കെ അങ്ങനെ ഐഫോണൊക്കെ മുമ്പ് കിട്ടിട്ട് അല്ലാഹു അക്ബർ, അതെടുത്ത് ആരെയും കൊണ്ടായ അവൻ കയ്യഴിച്ച് ഓടൂലേ. പിന്നെ എന്തിനാണൊക്കെ പുറത്തിടേണ്ട കാര്യം, ഉള്ളിൽ തന്നെ വെച്ചൂടെ. നബി ഇമാം പിന്നാലെ ചെന്ന്, നിനക്ക് തന്നടോ, നിനക്ക് ഞാനത് തന്നു. യാ അല്ലാഹ്, ഹൃദയശുദ്ധിയാണ്. ദുന്യാവിന്റെ എച്ചില് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി തരട്ടെ. നമ്മളും മറ്റാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അള്ളാഹുവിന് വേണ്ടി അത് നമ്മൾ ഒരു പരീക്ഷണമാക്കി മറ്റല്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ സഹോദരൻ ഒരു പ്രതിയായി വരരുത്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായങ്ങൾക്കും ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന് വരുന്ന ഫിത്ന സമ്പത്താണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഉമ്മത്തിനും ഫിത്നകളുണ്ട്. എന്റെ ഉമ്മത്ത് നാശമാകുന്നത് പൈസ കിട്ടുമ്പോഴാണ്.
പാവങ്ങളായി ജീവിച്ചപ്പോൾ ഒരു സ്വഭാവമാണ്, പിന്നെ അള്ളാഹു നിഅമത്തൊക്കെ കൊടുത്തു, ഇപ്പൊ ഒരു വേറെന്തോ സ്വഭാവത്തിലാണ്. അങ്ങനെ ആവണില്ലേ? എത്ര കാണുന്നു നമ്മള്. അതൊരു ഫിത്നയാണ്. അതുകൊണ്ട് സമ്പത്ത് നമുക്കിടയിൽ ഫിത്നക്ക് കാരണമാവാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ഇരക്കണേ, അള്ളാഹുവിനോട് ദുആ ഇരക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധി വരുത്താനാണ് ഐഹികമായ ആർഭാടങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകാതെയും സമ്പത്തുമായി കെട്ടിപ്പിടുത്തമില്ലാതെയും നമ്മുടെ മനസ്സുകളെ അള്ളാഹുവിന് വേണ്ടി സംസ്കരിച്ചെടുക്കുകയാണ്, മനസ്സിൽ തെളിനീരൊഴുക്കുകയാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ഉമ്മ വന്നു, മഅഹാ ഇബ്നതാനി ലഹാ, ആ ഉമ്മയുടെ കൂടെ 2 ചെറിയ പെൺകുട്ടികളുണ്ട്. തസ്അലു, അവരെ യാചിച്ചു വന്നിരിക്കുകയാണ്, വല്ലതും തരണേ. ഒന്നുമില്ല ബീവിയുടെ, ആയിഷ ബീവിയുടെ വീട്ടിൽ ഒന്നുമില്ല. ഗൈറ തംറത്തിൻ, കാരക്കയാണുള്ളത്. നോക്കണേ, റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലുള്ളത് കാരക്കയാണ്. 3 കാരക്കയാണ്. ആ 3ഉം ഉമ്മാക്കൊന്ന്, കുട്ടികൾക്ക് 2. ആ 3 കാരക്കയും യാചിച്ചു വന്ന പെണ്ണിന്റെ കൈകളിൽ കൊടുത്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആ കാരക്ക രണ്ടും 2 പെൺകുട്ടികൾ ഓരോരുത്തർക്കും ആ ഉമ്മ കൊടുക്കുകയും 3ാമത്തേത് വായിലേക്കിടാൻ വേണ്ടി ആ ഉമ്മ നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി ഉമ്മ എനിക്ക് വേണം. ഉമ്മയും മക്കളും വിശന്നിട്ടാ വന്നത്. ഓരോ കുഞ്ഞിനും ഓരോ കാരക്ക കിട്ടി. ഉമ്മയുടേത് ഉമ്മ വായിലേക്ക് വെക്കാൻ പോകുമ്പോ ഒരു കുഞ്ഞ് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ അത് തിന്നാതെ കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നു. ഫഅഖ്ബർതുഹു, ഞാൻ നബി തങ്ങളോട് കഥ പറഞ്ഞു കൊടുത്തു. തങ്ങൾ പറഞ്ഞു, മനിബ്തുലിയ ബിഹാദിഹിൽ ബനാതി ബിശൈഇൻ, പെൺകുട്ടികളെ കൊണ്ട് അല്ലാഹു ആർക്കെങ്കിലും പരീക്ഷണം നൽകുകയാണെങ്കിൽ, ദാരിദ്ര്യം പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ പ്രയാസങ്ങൾ അറിയിക്കാതെ, ആ പെൺമക്കളെ പഴിചാരാതെ, ആ പെൺമക്കളുടെ അവകാശങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് സൽസ്വഭാവം, അവർക്ക് ദീന്, ഇതെല്ലാം കൈമാറിക്കൊടുത്ത് 2 പെൺകുട്ടികളെയോ അതിലേറെയോ മക്കളെ ആരെങ്കിലും പോറ്റി വളർത്തിയാൽ ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്ന് അവർക്ക് മറയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ കാലത്തിന്റെ ഒരു അവസ്ഥ നോക്കണം. 3 കാരക്ക. അബൂദർദാ തങ്ങൾ പറയാറുണ്ട്, നബി തങ്ങളൊക്കെ ഞങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ ഒരു ദിവസത്തെ ഭക്ഷണം ഒരു കാരക്കയായിരിക്കും. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ തന്നെയാണ്, വേറൊന്നും കിട്ടാനില്ല. അത് കാരക്ക ഊമ്പിയിട്ട് വെള്ളം കുടിക്കും, വീണ്ടും വിശക്കുമ്പോൾ ഒന്നൊരു ചെറിയ കടി കടിക്കും, മധുരം കിട്ടാൻ അതിൻ്റെ മീതെ വെള്ളം കുടിക്കും. ഞങ്ങൾ അങ്ങനെയാണ് യുദ്ധത്തിന് പോയത്. സുബ്ഹാനല്ലാഹ്, യുദ്ധസമയത്ത്. യാ മഅശറൽ മുഹാജിരീന വൽ അൻസ്വാർ, മുഹാജിറുകളെ അൻസ്വാരികളെ, ഇന്ന മിൻ ഇഖ്വാനിക്കും ഖൗമൻ ലൈസ ലഹും മാലുൻ വലാ അശീറ, സമ്പത്തോ കുടുംബബന്ധങ്ങളോ നാട്ടുകാരോ ഇല്ലാത്ത പാവങ്ങളായ ആളുകൾ മുഹാജിറുകളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ അള്ളാഹു പൈസ കൊണ്ട് സഹായിച്ചവരെ, 1-ളെയോ 2-ളെയോ ഏറ്റെടുക്കണേ എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബിമാർ ഉപദേശിക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ പാവപ്പെട്ടവർ നിലനിൽക്കുന്ന ഒരു ഉമ്മത്താണത്. ആ പാവപ്പെട്ടവരെ മുതലാളിമാരുടെ സംരക്ഷണത്തിൽ, സമ്പത്ത് അല്ലാഹു മുതലാളിമാരുടെ കയ്യിൽ കൊടുക്കുന്നത് അവർക്ക് മാത്രം ആസ്വദിക്കാനുള്ളതല്ല. സ്വന്തം കുടുംബത്തിലെ, അയൽപക്കങ്ങളിലെ, നാട്ടുകളിലുള്ള പാവപ്പെട്ട ആളുകളുടെ റിസ്ഖാണ് ചില ആളുകളുടെ കൈകളിൽ അല്ലാഹു നൽകുന്നത്. അതവര് അർഹതപ്പെട്ട ആളുകൾക്ക് നൽകാതിരുന്നാൽ അവിടെ അസൂയ വരും. അങ്ങനല്ലേ? പാവപ്പെട്ട ഒരാൾ ഇപ്പുറത്തുണ്ട്, വലിയ മുതലാളി ഇപ്പുറത്ത് താമസിക്കാൻ, അയാൾക്ക് നോക്കാൻ പറ്റുന്നതുള്ളൂ ഈ കുടുംബം. ഇവിടെ പുകയുവരാതെ, കഞ്ഞിവെക്കാൻ കഴിയാതെ വിഷമത്തിലാണ്. ഇവര് വലിയ സുഖലോലുപതയിലാണ്. ഇവര് നോക്കിയാൽ തീരുന്ന വിഷയമുള്ളൂ. അസൂയ വരും. കുല്ലു ദീ നിഅമത്തിൻ മഹ്സൂദ്, എല്ലാ നിഅമത്തുള്ള ആളുകളും അസൂയപ്പെടുന്നവരാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു തആല അൻഹു
മഹാനവറുകൾ ഈജിപ്തിലെ അമീറാണ്. അദ്ദേഹം ഒട്ടകം കൊണ്ടുവന്ന് ആ ഒട്ടകത്ത് ഉപയോഗിച്ച് നാട്ടുകാരുടെ കൃഷിയിടങ്ങൾ നനച്ചു കൊടുക്കുന്ന മഹാൻ ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ അമീറാണ്, ഗവർണറാണ്. ജനങ്ങളുടെ പറമ്പിൽ വെള്ളം നനച്ചു കൊടുക്കുക. ആ കാഴ്ച കണ്ടു വരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ബുറൈദ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലം ആതിക സായിറാ വഇന്നമാ അതൈതുക ലിഹദീസിൻ ബലഗനി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജൗതു അൻ യകൂന ഇൻദക മിൻഹു ഇൽമ. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരിട്ട് കേട്ടുപഠിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വന്നതാണ് എന്ന് ജനങ്ങളുടെ കൃഷിയിടം നനച്ചു കൊടുക്കുന്ന ഈജിപ്തിന്റെ അമീറായ ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ബുറൈദ തങ്ങൾ പറയുന്നു, ശരീരമാസകലം തളർന്ന് മുടിയെല്ലാം ജടപിടിച്ച്, മാലി അറാക ശഅസൻ വഅൻത അമീറുൽ ബലദി, നിങ്ങൾ ഈജിപ്തിന്റെ ഭരണാധികാരിയല്ലേ? അന്ന് ഈജിപ്ത് ലോകത്തിന്റെ പറുദീസയാണ്, അറബ് രാജ്യങ്ങളുടെ പറുദീസയാണ് ഈജിപ്ത്. അവിടെയേ കൃഷിയുള്ളൂ, അവിടെയാണ് നൈൽ നദിയുടെ ശുദ്ധജലം ഒഴുകുന്നത്, അവിടെ സമ്പൽ സമൃദ്ധിയുണ്ട്. എന്താണ് ഫുദാല നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഫുദാല റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഹാന അൻ കസീരിൻ മിനൽ ഇർഫാഹ്. എന്തേ തലയിൽ എണ്ണ തേക്കാത്തത് എന്നാ ചോദിച്ചത്? മുടിയൊക്കെ ജട പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വലിയ സുഖലോലുപന്മാരായി മാറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ സരളത പഠിപ്പിക്കുക തങ്ങൾ. നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ അതൊക്കെ ആവശ്യം. ഫുൾ ടൈം ക്രീമും അതും ഇതും തേച്ച് പിടിപ്പിച്ച് മുഖമൊക്കെ മിനുക്കി നടക്കുന്ന എത്ര ആണുങ്ങളും പെണ്ണുങ്ങളും. ബ്യൂട്ടി പാർലറുകളൊക്കെ നമ്മുടെ നാടുകളിൽ ഈ മലബാർ ഏരിയയിൽ അത്ര അങ്ങ് ക്ലിക്കായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ലേ, ടൗണുകളിലുള്ള പോലെ. സോറി, കോഴിക്കോട് ടൗണിലുള്ള പോലെ ഒന്നും ഇപ്പം മലപ്പുറം ജില്ലയിലൊന്നും ആയിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കൂളായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പ്ലക്കിങ്ങും അതും ഇതും മേക്കപ്പൊക്കെ ചെയ്ത് വരേണ്ട കാലം അധിക വിദൂരമല്ലാത്ത ഭാവിയിൽ വരും എന്ന് തന്നെ നമ്മൾ കാണുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ 90 വയസ്സായ വല്യമ്മ പോലും ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് നടക്കുക. ചുരിദാറൊക്കെ ഇട്ടിട്ട് 85 വയസ്സായിട്ടുണ്ടാവും വല്യമ്മക്ക്, എന്നാലും ചുരിദാറൊക്കെ ഇട്ടിട്ട് നല്ല അടിച്ചു പൊളിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. ആ ഒരു സംസ്കാരമൊക്കെ നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരില്ല എന്നൊന്നും പറയാൻ വയ്യ. ചെറുപ്പക്കാരൊക്കെ ടാറ്റു ഒക്കെ കുത്തി തുടങ്ങി. ഇന്ന് എന്തൊക്കെ പുതുമയുണ്ടോ അതൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തുണ്ടായ സംഭവങ്ങളാണ് നമ്മൾ അറിയണം. മുടി ഈ ഐബ്രോ പ്ലക്ക് ചെയ്യുന്നത് തങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്, വിരൂപികളായ പെണ്ണുങ്ങൾക്ക് ചെയ്യാം, ആ വിരൂപം തീർക്കാൻ വേണ്ടി എന്നല്ലാതെ ചൊറുക്ക് കൂട്ടാൻ വേണ്ടി വെറുതെ പറിച്ചെടുക്കണ്ട. അള്ളാഹു വെച്ച പോലെ അവിടെ നിൽക്കട്ടെ. വിഗ് വെക്കുന്ന പരിപാടി നബി തങ്ങളുടെ കാലത്തുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു വിഗിന്റെ ഒരു മുടിക്കെട്ടെടുത്തിട്ട് മെമ്പറിൽ കയറിയത് വെള്ളിയാഴ്ച. ഈ വിഗ് സാധനം റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞതാണ്, ഇത് ചെയ്യുന്നത് ജൂതന്മാരാണ്, ഇത് മുസ്ലിമീങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിഗ് കയ്യിൽ പിടിച്ചിട്ട് ഖുതുബ നടത്തിയിട്ടുണ്ട് മുആവിയ തങ്ങൾ. അന്ന് ആ പരിപാടി ഉണ്ട്. ടാറ്റു പച്ച കുത്തുന്നത് തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹുൽ വാഷിം വൽ മുസ്തൗഷിം. വഷ്മ എന്ന് അറബിയിൽ പറയാം, പച്ചകുത്ത്. ടാറ്റു ചെയ്യുന്നവരും അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നവരും ചെയ്തു കൊടുക്കുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഒക്കെ ഒരു മോഡേൺ പതിപ്പ് ഇന്ന് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ പണ്ടുള്ള സംഭവങ്ങളാണ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ റഹ്മ ബീവി അവരുടെ മുടി മുറിച്ചു കൊടുത്തിട്ട് അയ്യൂബ് തങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി മുടി മുറിച്ചു കൊടുത്തു എന്നാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മുടി മുറിച്ചു കൊടുത്താൽ അത് വാങ്ങാൻ അവിടെ മാർക്കറ്റിൽ ആളുണ്ട് എന്നാ, അല്ലെങ്കിൽ അതിന് സാധനത്തിന് വില കിട്ടണ്ടേ. അന്ന് മുടി ഏച്ചു വെക്കുന്ന പരിപാടി അന്നുണ്ട് അയ്യൂബ് നബിന്റെ കാലത്ത്. ഇന്നത്തെ ഈ മോഡേൺ എന്നൊക്കെ പറയണത് നാടേണ പഴയ ഉള്ളത് തന്നെയാണത്. അത് പിന്നെ മോഡേണായി പരിണമിച്ചെന്നുള്ളൂ. ഇതിൻ്റെ ഒക്കെ നിയമവശങ്ങൾ ഇസ്ലാം പറഞ്ഞു വെച്ചു. അതാണ് അത്ഭുതം. ഇതൊക്കെ ദീനിൽ ചർച്ചയാണ്. ഒരു വിരലനക്കണമെങ്കിൽ ഇസ്ലാമിൽ നിയമമുണ്ട്, അല്ലേ? കമലാസുരയ്യ എന്ന് പറയുന്ന
ഇസ്ലാം സ്വീകരിച്ച് മരണപ്പെടാൻ ഭാഗ്യമുണ്ടായ സൗഭാഗ്യവതിയായ മഹദി അള്ളാഹുയുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇസ്ലാമിനെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ മഹദി പറഞ്ഞ മറുപടി ഇതാണ്: ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതൊരനക്കത്തിനും അടക്കത്തിനും നിയമമുള്ള മതമാണിത്. ഇസ്ലാം മതം. ഫുദാലത്ത് ബിൻ ഉബൈദ് തങ്ങൾ പറയാ, എന്തേ മുടിയിൽ എണ്ണൊക്കെ പിടിപ്പിച്ചൊന്ന് ഉഷാറായിക്കൊന്ന് മൊഞ്ചാക്കിക്കൂടെ? ഒന്നും വേണ്ട, ഉള്ള മൊഞ്ച്, അള്ളാഹു തന്ന മൊഞ്ചുണ്ടെങ്കിൽ മതി. നമ്മളായിട്ട് വാരിത്തേച്ചിട്ട് ചെയ്യുന്ന ഈ പരിപാടി ഞങ്ങളോട് നബി തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമായത് കൊണ്ടല്ലേ ഹറാം എന്ന് പറഞ്ഞൂടെ? നിങ്ങൾ ക്രീമി തേച്ചോ, ഹറാമെന്ന് ഞാൻ പറയല്ല. പക്ഷേ സ്വഹാബിമാർ അത് വേണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെയൊക്കെ മതി. അൻ കസീരിൽ ഇർഫാഹ് وأن رسول الله صلى الله عليه وسلم أمرنا أن نحتفي أحيانا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളോട് ഇടക്കെങ്കിലും ചെരുപ്പില്ലാതെ നടക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പരിശുദ്ധരായ ഫുദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു. ഇടക്ക് ചെരുപ്പില്ലാതെ നടക്കണം. ഇത് എത്രയോ ആരോഗ്യമുണ്ടെന്ന നമ്മളെ മണ്ണിലൊക്കെ നമ്മൾ കൊച്ചുകാലത്ത് കുട്ടിക്കാലത്ത് അല്ലെ ചെരുപ്പില്ലാണ്ട് നടക്കുന്നവർക്ക് പ്രഷർ ഉണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ബ്ലഡ് സർക്കുലേഷൻ വളരെ ക്ലിയർ ആയിരിക്കും. നമ്മൾ ചെരുപ്പിടലൊരു പവറാണല്ലോ, പവർ അല്ലേ? അത് പവറൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണെന്നറിയോ, ശരീരത്തിന് നല്ലതാണ് ഇടക്കൊക്കെ ഒന്ന് പച്ച മണ്ണിൽ ചവിട്ടി നടക്കുന്നത്. ഇത് തങ്ങൾ പറയാൻ കാരണം എപ്പോഴും ഒരു ശ്വാസം പിടിച്ചൊരു ദമ്മിൽ നടക്കണ്ട, കുറച്ചൊന്ന് സിമ്പിളായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് നടന്നേക്കണം. അങ്ങനെയാ വേണ്ടത്. ഇത് നബി തങ്ങൾക്ക് ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ എണ്ണ തേക്കാതിരുന്നത്. ആര് പറഞ്ഞു? ഈജിപ്തിന്റെ ഗവർണർ, സാധാരണക്കാരൻ, ഒരു സിവിലിയൻ അല്ല, ഈജിപ്തിന്റെ ഗവർണറായ ഫുദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു തആല, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ഇടക്കെങ്കിലും ചെരുപ്പഴിച്ച് നടക്കണം എന്ന് പറയാറുണ്ട്. നമ്മുടെ ഈഗോ ഒന്ന് ബ്രേക്ക് ചെയ്യാനാണ്. അതല്ലേ എപ്പോഴും ബ്രാൻഡ് ഇട്ടിട്ട് നടക്കുക. ആ ബ്രാൻഡുകൾക്ക് ചില ലോഗോകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കാണുമ്പോൾ കഴിയുന്നവർക്ക് തിരിയും അത് ഇന്ന ബ്രാൻഡാണോ ഉപയോഗിച്ചത്. കാണാൻ ഒരു കോലമില്ലാത്തായിരിക്കും, സംഗതി ഭയങ്കര വിലപിടിപ്പുള്ള സാധനമായിരിക്കും. അതിന് ബ്രാൻഡുകൾ അറിയുന്നവർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ ഒന്ന് കുറച്ചേരം ആയിക്കോട്ടെ, കുറച്ചു നേരമൊക്കെ ലോക്കലൊക്കെ ഒന്ന് ഇട്ട് നടന്നൊക്കെ അതൊക്കെ നല്ലതാ. നമ്മുടെ ഈഗോ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നല്ലതാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതിന് മുമ്പ് നമ്മുടെ തങ്ങള് റുഖിയ ചെയ്ത, മന്ത്രിച്ചൂതി ദുആ ചെയ്ത തേൻകുപ്പികളുണ്ട്, നമ്മുടെ പ്രവർത്തകന്മാര് കൊണ്ടുവരുന്നു, നിങ്ങളത് സ്വീകരിക്കണം, നല്ലൊരു പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം എന്ന് പറയാണ്. എത്ര റുപ്യാന്ന് പറയണത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ലൊരു എത്ര ഉണ്ട്, എത്ര റുപ്യ എല്ലാവർക്കും കൊടുക്കാനുണ്ടാവും. പക്ഷെ എന്നാ കൊടുത്തേക്ക് ബിസ്മില്ലാ. അപ്പോ ഒരു 100-200 നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? കൂടുതലായാലും കുഴപ്പമില്ല. തേനാണ്, മാഷാ അല്ലാഹ്, നല്ല ഒറിജിനൽ തേനാ, ചക്കര അലക്കിയൊന്നുമല്ലല്ലോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഫീഹി ശിഫാഉൻ ലിന്നാസ്, തേനിൽ ശിഫയുണ്ടെന്ന അല്ലാഹു തആല ശിഫയാക്കട്ടെ. സയ്യിദ് അവറുകൾ ദുആ ചെയ്തതാണ്, തങ്ങൾ റുഖിയ ചെയ്തതാണ്. എല്ലാവരും സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ്. പൊന്നൊക്കെ കൊണ്ടേ കൊടുക്കണം മാഷാ അല്ലാഹ്, എല്ലാവർക്കും ആവട്ടെ. അള്ളാഹു ഏത് രോഗം ഉണ്ടെങ്കിലും അതുകൊണ്ട് അള്ളാഹു ഷിഫാഇനെ നൽകട്ടെ. അള്ളാഹു നമുക്ക് ഷിഫ നൽകട്ടെ. ഒരു അസുഖം വേദന ഇല്ലാത്തവരും ആരും ഉണ്ടാവില്ലല്ലോ. അള്ളാഹു എല്ലാറ്റിനും അള്ളാഹു ഷിഫ നൽകട്ടെ. കുട്ടികൾക്ക് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. പറ്റുന്നവർ നല്ല സഹായം ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അത് പെട്ടെന്ന് ആയിക്കോട്ടെ, ബിസ്മില്ലാ, സമയം വൈകരുത്. 10:45 അരി കൊടുത്ത ക്ലോക്ക് ഇച്ചിരി ഫാസ്റ്റ് ആണല്ലോ പഠിച്ചോനെ, സമയം തീരാനായല്ലോ. അപ്പം നമ്മൾ പറഞ്ഞിടത്തേക്ക് എത്താൻ ഇനി 20 മിനിറ്റ് ഉള്ളൂ, 20-25 മിനിറ്റ് ഉള്ളൂ. വണ്ടി പോവല്ലേ? ബിസ്മില്ലാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ഹബീബായ നബി തങ്ങൾ ഇന്ന് ഹദീസുകൾ കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ ആയിരക്കണക്കിന് ശറഇന്റെ നിയമങ്ങൾ അടങ്ങുന്ന ഹദീസുകൾ നമുക്ക് കൈമാറിയ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ റളിയല്ലാഹു അൻഹു എന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ തങ്ങളെ ഒരു ദിവസം തുപ്പിയപ്പോ, തുപ്പല് എന്താ പറയാ, ത്വാഹിറാണ്, നജസല്ല. കഫൻ തുപ്പിയാലും അത് നജസ് എന്ന് പറഞ്ഞുകൂടാ. ഇപ്പൊ വസ്ത്ര തലകെട്ടം കെട്ടുന്ന ടവലുണ്ട്, ഒരാൾക്ക് നിസ്കാരത്തിൽ കഫം വന്നു, അത് ഡ്രസ്സിലേക്ക് ആക്കാം. സംഗതി ഒരു ഡിസ്കസ്റ്റിംഗ് ആണ് ആലോചിച്ചാല്. പക്ഷെ അത് നിസ്കാരത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ടവലിലേക്കാക്കി കുഴപ്പമൊന്നുമില്ല, കഫം ഇറക്കാൻ പറ്റില്ലല്ലോ നിസ്കാരത്തില്.
എന്ത് ചെയ്യണം? അത് ടവലിലേക്കാക്കി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുപ്പണതൊക്കെ ടവൽക്കാക്കണം എന്നല്ലേ പറഞ്ഞതേ. നിസ്കാരത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ അതിന്റെ വകുപ്പ് അതാണ്. ഞാൻ അത് സുന്നത്താന്ന് പറഞ്ഞാണ്ട് ടവൽക്ക് തുപ്പാന്നൊക്കെ അല്ലേ. كنا عند أبي هريرة رضي الله عنه فتمخط فمسح في ردائه. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ റിദായിൽ മേൽത്തെ തട്ടവസ്ത്രത്തിൽ തലയിൽ വെക്കുന്ന വസ്ത്രത്തിലേക്ക് ആ ഉമിനീര് മഹാനവറുകളുടെ ആ ഒരു മുഖാത്തത്ത് കഫം മഹാനവറുകൾ അതിലേക്ക് മാറ്റി. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ തമഖത അബൂ ഹുറൈറ ഫിൽ കതാൻ. അബൂ ഹുറൈറക്ക് തുപ്പൽ വന്നപ്പോൾ അതൊരു തുണി കഷ്ണത്തിലേക്ക് മാറ്റാനുള്ള വകുപ്പ് അല്ലാഹു നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്. എന്താ പറഞ്ഞത്? അന്ന് അതിനുള്ള വസ്ത്രം പോലും ഇല്ലായിരുന്നു. ആ കാലത്ത് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ലോകരാജ്യങ്ങളിലേക്ക് ഇസ്ലാം വികസിച്ചപ്പോ സമ്പൽ സമൃദ്ധി ഉണ്ടാവുകയും സ്വഹാബിമാർക്ക് വസ്ത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അന്നത്തെ വലിയ മുതലാളിമാർക്ക് വലിയ മുതലാളിമാർക്ക് 2 ജോഡി വസ്ത്രം ഉണ്ടാവുള്ളൂ. അന്നത്തെ മുതലാളിമാരുടെ ലക്ഷണം അതാണ്. 2 ജോഡി വസ്ത്രം ഉണ്ടാവും, അല്ലാത്തവർക്ക് ഒന്നേ ഉണ്ടാവും. അത് ഉണങ്ങിയിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അതുകൊണ്ടാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ മഹാനവറുകൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തപ്പോൾ ഉടുത്ത വസ്ത്രം എടുത്ത് കൊടുത്തു എന്ന് പറയാൻ കാരണം 2 വസ്ത്രം ഉണ്ടായിരുന്നു. അയൽവാസിന്റെ അടുത്ത് വായ്പയും വാങ്ങിയിട്ടാണ് കൊടുത്തത്. മുതലാളിന്റെ അവസ്ഥ അതാണ്. ഞാൻ മദീനയിൽ അന്നത്തെ മുതലാളിയാണ് എന്ന് മാലിക് എന്നവർ പറയുന്നുണ്ട്. കഅബ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി 2 വസ്ത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ അങ്ങനെ ഒരു റിദാഇന്റെ വസ്ത്രം, ഒരു മേൽത്തട്ടം നമുക്ക് ലഭിക്കുമാർ അള്ളാഹു നമുക്ക് അനുഗ്രഹം തന്നല്ലോ. അൽഹംദുലില്ലാഹ്. അബൂ ഹുറൈറ തങ്ങൾ പറയാ അൽഹംദുലില്ലാഹില്ലദീ തമഖത അബൂ ഹുറൈറത ഫിൽ കതാൻ വലഖദ് റഅയ്തുനി വഇന്നി ലആഖിറു ഫീമാ ബൈന മൻസിലി ആയിഷ വൽ മിംബർ മഗ്ശിയൻ അലയ്യ മിനൽ ജൂഅ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ കഴിഞ്ഞ കാലത്തിന്റെ പിമ്പുറത്തേക്ക് ഓടുകയാണ്. എന്തിനെന്നറിയോ? മനസ്സിൽ അഹങ്കാരം വരാണ്ടിരിക്കാൻ. അള്ളാഹു സമ്പൽ സമൃദ്ധി നൽകുമ്പോ എന്താ പറയേണ്ടതെന്നറിയോ? അള്ളാഹു തന്നു, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടായി, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടി, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ എന്റെ എക്സാം പാസ്സായി, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് കച്ചവടം നടന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് അങ്ങനെ പറയണമെന്നാണ്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഒരു വീട് വെച്ചു, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് കുട്ടിന്റെ കല്യാണം കഴിച്ചെടുത്തു. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയണം. അതാണ് ശുക്ർ. അങ്ങനെ പറഞ്ഞാൽ കണ്ണേറ് കൊള്ളൂല, അല്ലെങ്കിൽ കണ്ണുകൊള്ളു, അസൂയ വരും, ഹസദ് വരും. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എന്ന് പറയണമെന്നാണ്. അബൂ ഹുറൈറ തങ്ങൾ ഞാൻ ഈ പറയുന്ന ഹദീസിന്റെ ഉദ്ദേശം നമ്മുടെ ഖൽബുകളിലേക്ക് വരുന്ന ഒരു തരം അഹങ്കാരവും, ഇന്നത്തെ ചുറ്റുപാടുകളിൽ അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു സൗകര്യം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മുടെ മനസ്സിൽ ഞാൻ എന്തോ ആണല്ലോ എന്ന് തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ചൊന്ന് പറയണമെന്നാണ്. നമ്മൾ കഷ്ടപ്പാടൊക്കെ ഉണ്ടായി ജീവിച്ച ആളാണ്. وَلَقَدْ رَأَيْتُنِي وَإِنِّي لَآخِرُ فِيمَا بَيْنَ مَنْزِلِ عَائِشَةَ وَالْمِنْبَرِ. അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മദീനയുടെ മിമ്പറിന്റെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും വീടിന്റെ ആ ഇടയിലെ അറ്റത്ത് ഞാനിങ്ങനെ കടക്കാറുണ്ടായിരുന്നു ഒരു കാലത്ത്. തുണിയിലേക്ക് കഫം തുപ്പാൻ കഴിഞ്ഞതിന്റെ പോരിശை പറയണത്. ഇതൊന്നും പറ്റാത്തൊരു കാലം. അപ്പൊ നമ്മളൊക്കെ ഈ മൊബൈലിന്റെ അവസ്ഥ തന്നെ ആലോചിച്ചു. എത്ര വലിയ നിഅമത്താണ് ഇതൊക്കെ റബ്ബേ, എത്ര വലിയ നിഅമത്താണ്. നമ്മളൊക്കെ എത്ര അല്ലാഹുക്ക് ശുക്ർ പറയേണ്ടത്. എത്രയാ ഏത് പ്രായമുള്ളവരെ കയ്യിലില്ലേ ഈ തോണ്ടാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഉപയോഗിക്കണില്ലേ? മാഷാ അല്ലാഹ്. നമുക്കറിയോ, നമ്മളൊരു വർത്തമാനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറയണമെങ്കിൽ ആകാശ ലോകത്തെ സാറ്റലൈറ്റിൽ നിന്ന് നമ്മുടെ ടവറിലൂടെ സാറ്റലൈറ്റിൽ പോയിട്ട് നമ്മുടെ ടവറിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വേണം നമ്മുടെ മൊബൈലിലേക്ക് ഈ സിഗ്നൽ വരാൻ. നമ്മൾ ഹലോ എന്ന് പറയുമ്പോഴേക്കും കോടിക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് ഇതൊക്കെ വരുന്നത്, അല്ലേ? നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? നമ്മൾ വിളിച്ചാൽ കേൾക്കുന്നു. ഈ വിളിച്ചാൽ കേൾക്കുന്നത് അങ്ങനെ ഇവിടെ നിന്ന് കിട്ടുന്ന സിഗ്നൽ ആകാശ ലോകത്തെ നമ്മുടെ ബഹിരാകാശങ്ങളിലേക്ക് ചെന്ന് അവിടെ നിന്ന് നമ്മുടെ ടവറുകൾ സ്വീകരിച്ചിട്ട് നമ്മുടെ മൊബൈൽ അതിനെ റിസീവ് ചെയ്യണം. എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നിസ്സാരമാണോ ഇതൊക്കെ? എത്ര അല്ലാഹുവിന് ശുക്ർ ചെയ്യണം നമ്മൾ, എത്ര വലിയ ശുക്ർ ചെയ്യണം.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഹബീബായ തങ്ങളുടെ മിമ്പറിന്റെയും ഇടയിൽ അവസാനത്തിൽ ചെന്ന് ഞാൻ കിടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കിടക്കും അവിടെ. മഗ്ഷിയൻ അലയ്യ മിനൽ ജൂഅ്, വിശപ്പ് വന്നിട്ട് വിശന്നിട്ട് ഞാൻ ബോധം കെട്ട് കിടക്കുകയാണ്. അത് പറയാ അബൂ ഹുറൈറ തങ്ങൾ അമീറായിരുന്നു, ഗവർണറായി മാറിയിട്ടുണ്ട് പിന്നീട് നബി തങ്ങളുടെ വഫാത്തിന്റെ ഒക്കെ ശേഷം. പഴയ കാലം പറയാ വിശന്നിട്ട് തലമിന്നി പോകാൻ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാവാറുണ്ട്? വിശന്നിട്ട് തലമിന്നെ ബോധം കെട്ട് വീണു. മഹാനോട് പറയാ ചിലരൊക്കെ എന്റെ നെഞ്ചത്ത് കയറിയിരിക്കാൻ ദേഹത്ത് നിന്നല്ല നെഞ്ചിന്റെ അടുത്ത് വന്നിട്ടേ ഖുർആനോദി മന്ത്രിച്ചോദി കൊടുക്കും. പടച്ചോനെ സിഹറേറ്റ് കിടക്കുകയാണ്, അള്ളാഹുവേ അപസ്മാരം പിടിച്ചതാണല്ലോ എന്ന് സ്വഹാബികളൊക്കെ മന്ത്രിച്ചൂതും. അബൂ ഹുറൈറ തങ്ങൾ പറയാ എന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആളുകളൊക്കെ എന്തൊക്കെയോ ചൊല്ലുന്നത് കാണാം. അപസ്മാരം ഇളകിയെന്നാ സ്വഹാബികൾ വിചാരിക്കുന്നത്. അന്നേരം ഞാൻ തല ഉയർത്തും, എന്നിട്ട് പറയും ലൈസല്ലദീ തറാ, എനിക്ക് നിങ്ങൾ വിചാരിച്ച പോലെ പിശാചു കൂടിയതോ ജിന്നു കൂടിയതോ ജിന്നുബാധയോ ഒന്നുമല്ല. ഇന്നമാ ഹുവൽ ജൂഅ്, അത് വിശപ്പാണ് എനിക്കുണ്ടായത്. വിശന്നിട്ട് ബോധം പോയതാണ്. വല്ലാഹി ഇന്നി കുൻതു ലാ അഅ്തമിദു ബികത്ഫി അലൽ അർളി മിനൽ ജൂഅ്, വിശന്നിട്ട് ഞാൻ മലർന്നു കിടക്കാറുണ്ട്. വകുൻതു ലാ ശുദ്ദുൽ ഹജറ അലാ ബത്നി മിനൽ ജൂഅ്, വിശന്നിട്ട് ഞാൻ എൻ്റെ വയറ്റത്തെ കയറ് വെച്ച് കെട്ടാറുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ പറയാ. ചിലരൊക്കെ പറയും ഞാനങ്ങനെ ബോധം കെട്ട് കിടക്കുമ്പോ എന്റെ കഴുത്തിലൊക്കെ ചിലര് കാല് വെക്കുന്നത് കാണാം, ഭ്രാന്താന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഭ്രാന്താണെന്നാണ് അവര് വിചാരിക്കുന്നത്. എനിക്ക് വിശപ്പല്ലാതെ മറ്റൊന്നുമില്ല. ഈ വിശപ്പിന്റെ കഥയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പഴയ കാലത്ത് മൈത്രക്ക് കടക്കാൻ പാലില്ലാത്ത കാലത്തെ കഥകളും, ഇവിടുന്ന് കോഴിക്കോട്ടൊക്കെ ആളുകൾ തോണിയിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന കഥകളും, ഇവിടുന്ന് ആളുകൾ കാളവണ്ടിയിലൂടെ യാത്ര ചെയ്തതും പട്ടിണി കിടന്നതും ചക്കക്കൂട്ടാനും ചോറും ചോറൊന്നില്ല കഞ്ഞിയല്ലേ അതൊക്കെ കിട്ടുന്ന കാലത്തുള്ള അതിനൊരു ടേസ്റ്റ് അല്ലേ. കിടന്നുറങ്ങാൻ ഒരു പേരയിലും സ്ഥലം ഉണ്ടാവില്ല. എല്ലാ കുടുംബങ്ങളും അവിടെ വന്ന് ഒരു പായ വിരിച്ച് നിരത്തി കിടക്കും അല്ലേ. കൊലായിലും അടുക്കളയിലും ഒക്കെ എന്ത് സന്തോഷം, കിട്ടിയ ഭക്ഷണിച്ച് കിടക്കും. എന്ത് സന്തോഷമുള്ള കാലം. വീട്ടിലൊന്നും സൗകര്യമില്ല, മനസ്സിൽ സൗകര്യം ഉണ്ടായിരുന്നു. ഇന്ന് വലിയ വീടും ഗസ്റ്റ് റൂമൊക്കെ ഉണ്ട്, ഒരൊറ്റ ഗസ്റ്റ് ഇവിടെ നിൽക്കൂല. അതാ രസം. ഗസ്റ്റിന് റൂം എന്നൊക്കെ പറഞ്ഞു ഒരൊറ്റ ഗസ്റ്റ് നിൽക്കൂല. പാതിരായാലും പറയാം കുടിക്ക് പോകാട്ടോ. അന്ന് ഗസ്റ്റ് റൂമില്ല, പക്ഷെ അന്ന് ഗസ്റ്റുകളുണ്ട്. എന്തേന്നറിയോ? അന്ന് സ്നേഹം വിളമ്പാനുണ്ടായിരുന്നു. ഇന്ന് സ്നേഹം വിളമ്പാനില്ല. എന്നൊക്കെ പിശുക്ക. വിരുന്നേര് വന്നാൽ കാലിന്റെ പണ പോകും, പിന്നെ തോത്തി തുടച്ച് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാ. വല്യമ്മ വന്ന മുപ്പത്തിരിക്ക് എന്തേയില്ല, വല്യമ്മമാർക്ക് ഫ്ലഷ് ചെയ്യാനൊന്നും അറിയില്ല ടോയ്ലറ്റ്. യൂറോപ്യൻ ക്ലോസറ്റ് അല്ലേ, ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നതാ, പിന്നെ എനിക്ക് പണിയാവും, വല്യമ്മ ഇങ്ങോട്ട് വരണ്ട, അഞ്ചൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ. ഇതൊക്കെ പറയുന്നൊരു കാലത്തേക്ക് നമ്മൾ പിശുക്കിയപ്പോ സന്തോഷമൊക്കെ അമർന്നു. തിന്നാനും കുറെ കൊളസ്ട്രോളും ഷുഗറും എന്നതിലപ്പുറം സന്തോഷം നഷ്ടപ്പെടില്ലേ. അബൂ ഹുറൈറ തങ്ങൾ കഴിഞ്ഞ കാലം ഓർക്കുകയാണ്. ഇങ്ങനെയൊക്കെയാ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. വിശന്നിട്ടേ ജനങ്ങൾ വിചാരിച്ചു എനിക്ക് ഭ്രാന്താണ്. ചിലര് മന്ത്രിച്ചോദ്യം തരും, ചിലന്റെ കഴുത്തിനൊക്കെ ചവിട്ടുന്നത് കാണാം. ഞാൻ പറയും എനിക്ക് ഭ്രാന്തല്ലേ, വിശപ്പാണ്. വിശപ്പ് കുടിക്കാൻ പച്ചവെള്ളം പോലും കിട്ടാതെ കഷ്ടപ്പെട്ടിരുന്ന അവസ്ഥകൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് റൊട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഖബ്ബാസുകാരൻ ഉണ്ടായിരുന്നു. ഖുബ്സ് ഉണ്ടാക്കുന്ന ഒരു ഖബ്ബാസ്. ആ അനസ് തങ്ങളുടെ അടുക്കത്ത് അതിഥികളായി ചെന്ന കഥ പറയുന്നുണ്ട്. ഖതാദ റളിയല്ലാഹു അൻഹു വന്ന് റൊട്ടി ഉണ്ടാക്കി ചൂടുള്ള റൊട്ടി എടുത്ത് കൊടുക്കുകയാണ്. അനസ് തങ്ങൾ പറഞ്ഞു കുലൂ അൻതും കുലൂ, നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ തിന്നോളൂ. ഫമാ അഖലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബ്സൻ മുറഖഖൻ വലാ ശാതൻ മസ്മൂതതൻ. യാ അല്ലാഹ്, നമ്മളൊക്കെ മന്തിയും കുഴിമന്തിയും മദ്ഫൂനും എന്തൊക്കെയാ പറയല്, പല സാധനങ്ങളുടെ ചെറിയ ആടുകളെ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നമ്മുടെ സൗദിയിലൊക്കെ ചെന്നതിന്റെ പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങിയ നല്ല നല്ല സംരംഭങ്ങൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ആടെന്ന് പറഞ്ഞിട്ട് ആടിന് തന്നെ അറുത്ത് കൊടുക്കണം, നായ്ക്കുട്ടിനെ അറക്കരുത്. ഒക്കെ പറയാനുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. അതുകൊണ്ട് പറയാം,
ജനങ്ങളെ വഞ്ചിക്കരുത്. നിബിതങ്ങൾ അങ്ങനത്തെ ഇളയ ആടിനൊന്നും ചുട്ടു തിന്നത് നിബിതങ്ങളുടെ ജീവിതത്തിലില്ല. അനസ് തങ്ങൾ പറയാ, നിങ്ങൾ തിന്നോളൂ, അരിച്ചെടുക്കാത്ത അരിപ്പയിൽ അരിച്ചെടുക്കാത്ത ഒരു ഹുബ്സ് നിബിതങ്ങൾ തിന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ തിന്നോളൂ, ഇതൊന്നും റസൂല് തിന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്ക് ഭക്ഷണം കൊടുത്തൊരു കഥയുണ്ട്. അനസ് തങ്ങൾ ആ നേരത്ത് പറയാ, ഹത്താ ലഖിയല്ലാഹു അസ്സ വജല്ല ഫമാ അകല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബ്സൻ മുറഖഖൻ വലാ ഷാതൻ മസ്മൂതതൻ. ചെറിയ ഫ്രഷ് ആടുകളെ ബാർബിക്യൂ ചെയ്തെടുക്കുന്നതിനാണ് മസ്മൂത്ത എന്ന് പറയാ. ഇനി പറഞ്ഞപ്പോ അടുത്ത ഹോട്ടലിന്റെ പേര് ഇത് വരൂലേ, ഷാത്ത് മസ്മൂത്ത. ഇപ്പൊ മന്തി എന്നൊക്കെ പറഞ്ഞ മറിഞ്ഞ് ഇതൊക്കെ വരുമോന്ന് അറിയില്ല. അത് ഹദീസിലുള്ള പേരെങ്ങനെയാ, മസ്മൂത്ത. ഇതൊന്നും നബി തിന്നിട്ടില്ല. ഹത്താ ലഖിയല്ലാഹ്. എന്തിനാണെന്നറിയോ? ആഡംബരങ്ങളിലേക്ക് പോകുമ്പോ നമ്മുടെ കൽബിൽ നിന്ന് സ്നേഹം കുറഞ്ഞു വരുമെന്നാണ്. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ തിന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, അത് മുഴുവൻ തിന്നുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഖസാവത്ത് വരും, ഹൃദയം കടുത്തുപോകും എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലയഅതിയന്ന അലൻ നാസി സമാനുൻ ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അമിനൽ ഹലാലി അമ്മിൻ ഹറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഈ കാലത്തെ കുറിച്ച് പറയുകയാണ്. ജനങ്ങളുടെ ആകെയുള്ള ചിന്ത കാശുണ്ടാക്കലായി മാറുന്ന ഒരു കാലം. കാശുനിമീത കുടുംബ ബന്ധങ്ങളെപ്പോലും മുറിച്ചു മാറ്റുന്നവര്, നിസ്സാരമായ കാശിന്റെ പേര് പറഞ്ഞ് സ്വന്തം മക്കളോട് പിണങ്ങുന്ന വാപ്പമാര്, ഉമ്മമാര്, പെങ്ങളോട്, അനുജനോട്, അനുജത്തിയോട്, കുടുംബങ്ങളോട് പിണക്കം നിസ്സാര കാശിന്റെ വിഷയത്തിൽ. എല്ലാവർക്കും വേണ്ടത് പൈസയാണ് എന്ന ആ ഒരു വിഷയത്തിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുകയും ആണുങ്ങളും പെണ്ണുങ്ങളും മനുഷ്യ സ്നേഹം വേണ്ടെന്ന് വെക്കുകയും കാശ് മതിയെന്ന് പറയുകയും ചെയ്യുന്നത് ഈ ഉമ്മത്തിന് വരുന്ന ഫിത്നയാണ്. അങ്ങനെ ആയിപ്പോവല്ലേ. ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ എല്ലാവർക്കും ഓഹരി വെച്ചു കൊടുക്കുക. ലയഅതിയന്ന അലൻ നാസി സമാൻ, ഒരു കാലം വരാനുണ്ട്. ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ, പൈസ എവിടെന്ന് കിട്ടിയാലും തരക്കേടില്ല എന്ന് മനുഷ്യന്മാർ ചിന്തിക്കുന്ന ഒരു കാലം. അമ്മിനൽ ഹലാൽ അമ്മിൻ ഹലാലിൻ അമ്മിൻ ഹറാം. അല്ലാഹു ഇഷ്ടമുണ്ടോ അല്ലാഹു ഇഷ്ടമില്ലയോ എന്ന് നോക്കാതെ സമ്പത്ത് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. എവിടെന്ന് കിട്ടിയാലും തരക്കേട്, ആളെ പറ്റിച്ചിട്ടും കൊന്നിട്ടും കാശുണ്ടാക്കിയാൽ മതി. അല്ലാഹുവേ, ആ ഒരു ദുഷിച്ച ചിന്തയിൽ നിന്ന് നമ്മുടെ കച്ചവടക്കാരുടെ മനസ്സ് മോചിതമാവണം. 100 ഗ്രാമിന്റെ മഞ്ഞൾ പൊടി എന്ന് പറഞ്ഞാൽ അതില് 30% മഞ്ഞൾ ഉണ്ടാവുള്ളൂ എന്നാ, ബാക്കി 70% വേറെന്തോ പൊടിയാണ്. സുബ്ഹാനല്ലാഹ്. കച്ചവടക്കാരോട് ചോദിച്ചു നോക്കി, അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ വില കൂട്ടേണ്ടി വരും. അപ്പോൾ ആൾക്കാർ പറയും, ആ പീടിയിൽ ഭയങ്കര വിലയാണ്, ഒരു കച്ചവടം ഉണ്ടാവില്ല. അപ്പോലും തന്നെ ഈ തന്നെ വിൽക്കും, മായം ചേർത്തത്. മുളക് പൊടിയാണ്. കമ്പനിക്കാർ ചോദിക്കും, അല്ല മുളക് പൊടി 100% വേണോ, അപ്പൊ ഇത്ര വില വരും. അതല്ല 70% മുളക് തരാം, ബാക്കി 30 നമ്മൾ വേറെ പല പൊടിയും ചേർത്ത് തരും, അതിന് നമുക്ക് ഇത്ര വിലക്ക് കൊടുക്കാം. എന്നാ പിന്നെ അത് മതി. എന്തേ? നാട്ടുകാർ പറയും, ആ പീടി ഭയങ്കര വിലയാണ്. ഇവിടെ നല്ല സാധനമായിരിക്കും തരുന്നത്, അത് ആൾക്കാർ നോക്കൂല. വില കുറവാ നോക്കുന്നത്, തിന്നണത് വിഷം, ആൾക്കാർ കൊണ്ടുവെക്കുന്നത് വിഷം. എന്തിന് വിഷം തീറ്റിക്കുന്നു? മനുഷ്യന്മാരുടെ ചോര തിന്ന് കാശുണ്ടാക്കാൻ. അമ്മിൻ ഹലാലിൻ അമ്മിൻ ഹറാം, ഹലാലോ ഹറാം അതൊന്നും വേണ്ട, എനിക്ക് ലാഭം ഉണ്ടായാൽ മതി. ഇത് ചിന്തിക്കുന്ന ഒരു കാലം. അല്ലാഹുവേ, അബൂദർ റളിയല്ലാഹു അൻഹുവിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചു കൊടുക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ കേൾക്കേണ്ട ഉപദേശമാണിത്. സമ്പൽ സമൃദ്ധിയാണ് മനുഷ്യന്റെ സമാധാനം എന്ന് ചിന്തിക്കുന്നതിന് മറുപടിയാണിത്. കാശാണ് സമ്പത്താണ്, ഇതാണ് വേണ്ടത്, കുടുംബ ബന്ധങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് മറുപടി മഹാനായ നബി തങ്ങൾ പറയുന്ന ഹബീബിന്റെ ഹിക്മത്തിന്റെ വചനങ്ങൾ, തത്വജ്ഞാനങ്ങളാണ് അവിടുന്ന് സംസാരിക്കുന്നത്. യാ അബൂദർ, അബൂദറേ, അതറാ അന്ന കസറത്തൽ മാലി ഹുവൽ ഗിനാ. അബൂദറേ, ഒരുപാട് കാശുണ്ടാവലാണ്, ഒരുപാട് പൈസ ഉണ്ടാവലാണ് സമ്പാദ്യം, മുതലാളിയാവൽ എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കാം. ശമ്പളം കൂട്ടി കിട്ടോ, അല്ലേ? പൈസ കൂടുതൽ കിട്ടോ,
കസറത്തുൽ ഗിനാ, സമ്പത്ത് കൂടലാണ്. കസറത്തുൽ മാൽ, സമ്പത്ത് വർദ്ധിക്കലാണ്. ഐശ്വര്യം എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബ്, സമ്പാദ്യം എന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ വരുന്ന സമ്പാദ്യമാണ്. അല്ലാഹു തന്നതിനോട് പൊരുത്തപ്പെടുകയും അൽഹംദുലില്ലാഹ്, എന്റെ അയൽപക്കത്ത് എന്തോ നടക്കട്ടെ, എനിക്ക് അല്ലാഹു സഹായം നൽകിയല്ലോ, അൽഹംദുലില്ലാഹ്. ഹൃദയത്തിനുള്ളിലാണ് ഐശ്വര്യം. ഞങ്ങൾ പറയാം, മനസ്സുകളിൽ നിന്നൊഴുകുന്ന തെളിനീർ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഐശ്വര്യം കിടക്കുന്നത്, ഖൽബിലാണ്. 1000 കോടി ആസ്തിയുള്ള മനുഷ്യൻ എനിക്ക് മതിയായില്ല, ഇനിയും എനിക്ക് വേണമെന്ന് ചിന്തിച്ചാൽ അയാൾ ഫഖീറാണ്, അയാൾ മിസ്കീനാണ്. നേരെ മറിച്ച് ഒരു ദിവസത്തെ കൂലി 200 രൂപ, 500 രൂപ ശമ്പളമേ കൂലിയെ ഒരു ദിവസമുള്ളൂ, ഒരു വേതനം ഒരു ദിവസത്തെ കൂലിക്കുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് മക്കൾക്കും ഭാര്യക്കും ഭക്ഷണം വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോ അൽഹംദുലില്ലാഹി റബ്ബേ, എന്റെ കൈകാലുകൾക്ക് ആരോഗ്യം തന്നവനെ, അല്ലാഹുവേ ജോലി ചെയ്യാൻ അവസരം തന്നവനെ, നിനക്ക് സ്തുതി അല്ലാ. എത്ര ആളുകൾ, എന്റെ എത്ര പ്രായമുള്ളവർ ആശുപത്രി കിടക്കയിൽ ഓക്സിജൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഓക്സിജൻ ശ്വസിച്ച് കിടക്കുന്നുണ്ട്. എത്ര ആളുകൾ രോഗശയ്യയിലുണ്ട്, എത്ര ആള് ക്യാൻസർ പിടിച്ച് കിടക്കുന്നുണ്ട്. റബ്ബേ, എനിക്കതൊന്നും നീ തന്നിട്ടില്ലല്ലോ. 2 കാലുകൊണ്ട് നടക്കാനും അധ്വാനിക്കാനും ജോലി ചെയ്യാനും ആഫിയത്ത് തന്നില്ലേ, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി ആയിരിക്കാം. കോടാനുകോടി ആസ്തിയുള്ള മനുഷ്യൻ ഇനിയും പോരാ പോരാ എന്ന് ചിന്തിക്കുന്നവനേക്കാളും ഐശ്വര്യമുള്ള മുതലാളി ഈ 500 രൂപ കൂലി വാങ്ങുന്ന കൂലിപ്പണിക്കാരനായിരിക്കാം. ദാരിദ്ര്യം ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ്. മൻ കാനൽ ഗിനാ ഫീ ഖൽബിഹി, ഹൃദയത്തിനുള്ളിൽ ഐശ്വര്യമുണ്ടെങ്കിൽ ഫലാ യദുർറുഹു മാ ലഖിയ മിനദ് ദുനിയാ, ഈ ലോകത്തെ സമ്പാദ്യം എത്ര കുറഞ്ഞു പോയാലും പ്രശ്നമല്ല. അബൂദർറേ, വമൻ കാനൽ ഫഖറു ഫീ ഖൽബിഹി, ഹൃദയത്തിനുള്ളിൽ പോരാ പോരാ എന്നാണ് ചിന്തയെങ്കിൽ നമ്മൾ നിർത്തിയ എത്ര റാഹത്തുണ്ടാവും ജീവിക്കാൻ. ഈ പോരാ പോരാ എന്നുള്ള പരിപാടി അല്ലാഹു തന്നില്ലേ, അൽഹംദുലില്ലാഹ്. ഈ ഇല്ല 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 എന്നുള്ള ഈ പരാതിയല്ലാതെ മനുഷ്യന്മാരെന്ന് പറയുന്നുണ്ടോ? ദാരിദ്ര്യം പറഞ്ഞു വന്നപ്പോഴാ ഒരു മഹാൻ ചോദിച്ചു, അല്ലടോ എൻ്റെ കണ്ണില്ലേ, 2 കണ്ണ്, ഒരു 10,000 ഞാൻ തരാം, 2 കണ്ണ് കൊണ്ട് തരുമോ? തരൂല. എൻ്റെ 2 കൈയും ഞാൻ മുറിച്ചെടുത്തേക്കാം, 1,00,000 തരാം, തരുമോന്ന് ചോദിച്ചു. ഇല്ല. 2 കാലിന് ഞാൻ 10 ലക്ഷം തരാം, 2 കാലോടെ വെച്ച് പോകുമോ? തരൂല. അപ്പൊ നിന്റെ ദേഹത്തുള്ളത് കോടികളാ, പൊയ്ക്കോടുന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ദേഹത്ത് കോടികളുണ്ട്. എത്രയാ നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ്, ഓരോ ചെറിയ ചെറിയ പാർട്സിന്റെ വില. ഒരു വണ്ടി സർവീസിന് ചെന്നാൽ അതിന്റെ ബില്ല് വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. റബ്ബേ, ആ ഒരു നട്ട്, ആ ഒരു ബോൾട്ട്, ആ ഒരു ഫിൽറ്റർ, അത് മാറിയപ്പോഴേക്കും പൈസ വരുന്നു. യാ അല്ലാ, 20,000 30,000. നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഇന്റേണൽ ഓർഗാൻസ് എത്ര കോടിക്കണക്കിന് വേണം അതിനൊക്കെ. നമ്മൾ ആരെങ്കിലും കൊടുക്കുമോ വെറുതെ? എന്നിട്ട് നമ്മൾ പറയും ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഈ ദേഹത്തുള്ളത് കോടികളല്ലേ, അതിനെന്താ വില വെക്കുന്നില്ലേ നമ്മള്? 2 കണ്ണ് കാണാത്ത മനുഷ്യന്റെ മുമ്പിൽ പോയി 2 കണ്ണിന്റെ വില എത്രയാണ്? അതുകൊണ്ട് അബൂദർറേ, മൻ കാനൽ ഫഖറു ഫീ ഖൽബിഹി ഫലാ യുഗ്നീഹി മാ അക്സറ ലഹു മിനദ് ദുനിയാ, ഹൃദയത്തിന്റെ ഉള്ളിൽ പോരാ പോരാ എന്ന് പറയുന്ന മനുഷ്യന് ഈ ലോകത്തിന്റെ സമ്പാദ്യം എത്ര കൊടുത്താലും അയാളുടെ ദാരിദ്ര്യം തീരില്ല. അബൂദർറേ, വഇന്നമാ യദുറു നഫ്സഹു ശുഹ്ഹാ, മനുഷ്യൻ പിശുക്ക് കാണിച്ച് സ്വന്തം ശരീരത്തോട് മനുഷ്യൻ അക്രമം ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുന്യാ മൽഊന, ഈ ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും ശപിക്കപ്പെട്ടതു തന്നെ. മൽഊനും മാ ഫീഹാ, അതിലുള്ളത് മുഴുവനും അല്ലാഹുവിന്റെ ശാപമർഹിക്കുന്നതാണ്. ഏതൊഴികെ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ, അല്ലാഹുവിനെ ഓർക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴികെ. വആലിമൻ ഔ മുതഅല്ലിമാ, ദീൻ പഠിക്കുകയും ദീൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആലിം, ദീൻ പഠിക്കുന്ന മുതഅല്ലിം, ഇവരും അല്ലാഹുവിന്റെ ദിക്റും ഒഴികെ ബാക്കിയെല്ലാം മൽഊനത്തുൻ, അത് ശപിക്കപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് വിശാലത നൽകട്ടെ, ഹൃദയത്തിന് അല്ലാഹു ശുദ്ധി നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഹൃദയം, ആളുകളോട് പരാതിയോ പരിഭവമോ
അസൂയയോ വൈരാഗ്യമോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വരുമ്പോൾ നിസ്സാര വിഷയങ്ങളുടെ പേരിൽ അള്ളാഹുവിനോട് പരാതിപ്പെടുന്ന ഒരവസ്ഥ വരാതെ അള്ളാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ.